ഹലോ ഡിയർ സ്റ്റുഡൻസ്, ദേവിയ കോളേജിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് KCS ആക്ട് ആൻഡ് റൂളിനെ കുറിച്ചാണ്. KCS ആക്ട് ആൻഡ് റൂളിലെ സെക്ഷൻ 28 അപ്പോയിൻമെന്റ് ഓഫ് എ മാനേജിംഗ് കമ്മിറ്റിയെ കുറിച്ചാണ്. നമ്മുടെ പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ആക്ട് ആൻഡ് റൂള് കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമേ നമ്മുടെ പരീക്ഷ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, വേഗത്തിൽ വിജയിക്കാൻ കഴിയുള്ളൂ. ഈ വേഗത്തിൽ വിജയിക്കുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത് ഒരിക്കലും അതൊരു 1.5 മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ 3 മാസം കൊണ്ടോ വിജയിക്കുക എന്നുള്ളതല്ല. ഈ സഹകരണ ബാങ്കിന്റെ പരീക്ഷയ്ക്ക് പഠിക്കുന്ന ഏതൊരാൾക്കും അറിയാം, ഒരിക്കലും നമ്മുടെ ഈ ഇത്രയും സബ്ജക്റ്റുകൾ 2 മാസം അല്ലെങ്കിൽ 3 മാസം കൊണ്ട് പഠിച്ചെടുക്കുക ഒരിക്കലും പ്രായോഗികമല്ല. അങ്ങനെ ആരെങ്കിലും അവകാശപ്പെടുന്നുണ്ടെങ്കിൽ അത് തീർത്തും വസ്തുതാവിരുദ്ധമായ കാര്യമാണ്. ഒരിക്കലും പോസിബിൾ അല്ല. ഒരു 1.5 മാസം കൊണ്ടോ അല്ലെങ്കിൽ 2 മാസം കൊണ്ടോ അല്ലെങ്കിൽ 3 മാസം കൊണ്ടോ നമ്മുടെ ഈ എല്ലാ സബ്ജക്റ്റുകളും കൃത്യമായിട്ട് പഠിച്ച് ഒരു പരീക്ഷ എഴുതി വിജയിക്കുക എന്നുള്ളത് പോസിബിൾ അല്ലാത്തൊരു കാര്യമാണ്. ഏറ്റവും ചുരുങ്ങിയത് 6 മുതൽ 8 മാസം വരെ പഠിച്ചാലേ എന്തുള്ളൂ, ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് നമുക്കൊരു കൃത്യമായ ധാരണ വരികയും പരീക്ഷ വിജയിക്കാൻ കഴിയുള്ളൂ. അതും നന്നായിട്ട് പഠിക്കുന്ന, അതായത് മറ്റു പ്രവർത്തനങ്ങളിലൊന്നും ഏർപ്പെടാതെ പഠിക്കുന്ന ആൾക്ക് മാത്രമാണ് എന്ത് ചെയ്യുക, ഈ 6 മുതൽ 8 മാസം വരെ പഠിച്ചു കഴിഞ്ഞാൽ ഈ ജോലി കൃത്യമായിട്ട് നേടിയെടുക്കാൻ കഴിയും. അല്ലാത്തവരൊക്കെ തീർത്തും എന്ത് ചെയ്യേണ്ടി വരും, 1 വർഷത്തോളമെങ്കിലും ഈ പറഞ്ഞ പരീക്ഷയെ കൃത്യമായ ഒരു ചിട്ടയായ പഠനത്തിലൂടെ പഠിച്ചാൽ മാത്രമേ നമുക്കത് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, വിജയിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഈ 3 മാസം കൊണ്ട് ജോലി വാങ്ങിയ ഒരാൾ പക്ഷെ ഞാൻ വർഷങ്ങളായിട്ട് പഠിക്കുന്നു എനിക്ക് കിട്ടുന്നില്ല എന്നൊന്നും പറഞ്ഞ് പേടിക്കേണ്ട കാര്യമില്ല. ഒരു ചിട്ടയായ പഠനത്തിലൂടെ കൃത്യമായ നിരന്തര പരിശീലനത്തിലൂടെ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഈ പരീക്ഷയെ വിജയിച്ചെടുക്കാൻ കഴിയും. ഓക്കെ, അതിന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ആക്ട് ആൻഡ് റൂളൊക്കെ എന്ത് ചെയ്യണം, ഏറ്റവും ലളിതമായ ഭാഷയിൽ കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കി വേണം എന്ത് ചെയ്യാൻ, പരീക്ഷ എഴുതാൻ. അല്ലാതെ ഒരിക്കലും കാണാതെ പഠിച്ച് പരീക്ഷ എഴുതാൻ ശ്രമിക്കരുത്. അതുകൊണ്ട് തന്നെ നമ്മുടെ KCS ആക്ട് ആൻഡ് റൂളിനെ ഏറ്റവും ലളിതമായ ഭാഷയിൽ നിങ്ങൾക്ക് ഏറ്റവും വേഗത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ ഈ പറഞ്ഞ കോട്ട് ചെയ്തിട്ടാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ ആക്ട് ആൻഡ് റൂളിലുള്ള വേർഡിങ്സ് ഒക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളോട് കൂടിയാണ് എന്ത് ചെയ്യണത്, ഇതിൽ ഞാൻ നിങ്ങൾക്ക് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്കത് ഏറ്റവും വേഗത്തിൽ മനസ്സിലാക്കി എടുക്കുക, OMR പരീക്ഷ വിജയിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് കാര്യങ്ങൾ എന്ത് ചെയ്യാം, മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്ഷൻ 28 കുറിച്ചാണ്. എന്താണ് അപ്പോയിൻമെന്റ് ഓഫ് എ മാനേജിംഗ് കമ്മിറ്റി. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മാനേജിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, സംഘത്തിന്റെ ഭരണപരമായ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു ബോഡിയാണെന്ത്, സംഘത്തിന്റെ മാനേജിംഗ് കമ്മിറ്റി അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. അവർ ആരാ തിരഞ്ഞെടുക്കുക, ജനറൽ ബോഡിയാണ് തിരഞ്ഞെടുക്കുക. അതിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മുടെ സെക്ഷൻ 28 എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കൂ, ദ ജനറൽ ബോഡി ഓഫ് എ സൊസൈറ്റി ഷാൽ കോൺസ്റ്റിറ്റ്യൂട്ട് a committee for a term of 5 years to manage the affairs of the society. അപ്പോൾ ആരാണ്, the general body of society shall constitute a committee term of എത്ര വർഷത്തേക്ക്, 5 years. അപ്പോൾ ആരാണ് സംഘത്തിന്റെ മാനേജിംഗ് കമ്മിറ്റിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്ന് ചോദിച്ചാൽ ആരാണ്, ജനറൽ ബോഡിയാണ്. എത്ര കാലത്തേക്കാണ്, 5 yearsനാണ്. ഓക്കെ, അതിൽ തന്നെ പറയുന്ന മറ്റൊരു കാര്യമാണ്, ഫോർ എ ന്യൂലി രജിസ്റ്റേർഡ് സൊസൈറ്റി, ഒരു സംഘം പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യപ്പെടുകയാണെങ്കിൽ ദ അപ്ലിക്കന്റ് ഹൂ സൈൻഡ് ദ രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ, ദ അപ്ലിക്കന്റ് who signed the registration application may appoint a temporary committee for 3 months extendable by the registrar. അപ്പോൾ ഒരു പുതിയ സംഘമാണ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നതെങ്കിൽ അവിടെ അപ്ലിക്കേഷനിൽ സൈൻ ചെയ്ത, അതായത് പുതിയ സംഘം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് അപേക്ഷയിൽ ഒപ്പുവെച്ച ആളുകൾ ചേർന്നിട്ട് എന്ത് ചെയ്യും, ഒരു 3 മാസ കാലാവധിക്ക് ഒരു ടെമ്പററി കമ്മിറ്റിയെ തിരഞ്ഞെടുക്കും. അവരുടെ കാലാവധി വേണമെങ്കിൽ ആർക്ക് നീട്ടിക്കൊടുക്കാം, രജിസ്ട്രാർക്ക് നീട്ടിക്കൊടുക്കാം. ഓക്കെ, അപ്പോൾ ദ ജനറൽ ബോഡി ഓഫ് സൊസൈറ്റി ഷാൽ കോൺസ്റ്റിറ്റ്യൂട്ട് എ കമ്മിറ്റി ഫോർ എ ടേം ഓഫ് എത്രയാണ്, 5 വർഷ കാലയളവിലേക്കാണ് ഒരു ജനറൽ ബോഡി മാനേജിംഗ് കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുക. അതിനു വേണ്ടിയിട്ട് സൊസൈറ്റിയുടെ ബൈലോ പ്രകാരം സംഘത്തിന്റെ ഭരണം നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട്. ഇനി ഒരു പുതിയ സംഘം രജിസ്റ്റർ ചെയ്യപ്പെട്ട സംഘമാണെങ്കിൽ അപേക്ഷ, അതായത് സംഘം രജിസ്റ്റർ ചെയ്യുന്നതിന് അപ്ലിക്കേഷനിൽ ഒപ്പിട്ട ആളുകൾ ചേർന്നിട്ട് ഒരു 3 മാസ കാലാവധിക്ക് എന്ത് ചെയ്യും, ഒരു ടെമ്പററി കമ്മിറ്റിയെ നിയമിക്കും. അവരുടെ കാലാവധി വേണമെങ്കിൽ ആർക്ക് നീട്ടിക്കൊടുക്കാം, രജിസ്ട്രാർക്ക് നീട്ടിക്കൊടുക്കാം. അതാണ് ഫോർ എ ന്യൂലി രജിസ്റ്റേർഡ് സൊസൈറ്റി ദ അപ്ലിക്കന്റ് ഹൂ സൈൻഡ് ദ ആപ്ലിക്കേഷൻ മേ അപ്പോയിന്റ് എ ടെമ്പററി കമ്മിറ്റി ഫോർ 3 months എക്സ്റ്റെൻഡബിൾ ബൈ ദ രജിസ്ട്രാർ. ഓക്കെ, ഇനി നോക്കൂ, once a formal committee is constituted as per the bylaw, the temporary committee cease to function. അത് പറഞ്ഞാൽ എന്താണ്, ഒരു കമ്മിറ്റിയെ തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഈ പറഞ്ഞ ആദ്യത്തെ സംഘം രജിസ്റ്റർ ചെയ്ത ഉടനെ ഒരു ടെമ്പററി കമ്മിറ്റി ഉണ്ടാക്കുന്നു പറഞ്ഞില്ലേ, എത്ര കാലാവധിക്ക്, 3 മാസത്തേക്ക് അവരെന്ത് ചെയ്യും, അവരുടെ ഓപ്പറേഷൻ അവസാനിപ്പിക്കും. ഒരു ഫോർമൽ കമ്മിറ്റി തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഈ ടെമ്പററി കമ്മിറ്റിയുടെ കാലാവധി അവസാനിച്ചു എന്നർത്ഥം. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ, ദ ഗവൺമെന്റ് ഓർ രജിസ്ട്രാർ മേ നോമിനേറ്റ്
all or any of the members of the first committee including president or chairman for a maximum period of 12 months as permitted by the bylaw. അപ്പോൾ എന്താ പറയുന്നത്? The government or the registrar may nominate all or any of the members of the first committee. അപ്പോൾ സംഘത്തിന്റെ ബൈലോ അനുവദിക്കുകയാണെങ്കിൽ സംഘത്തിന്റെ ഫസ്റ്റ് കമ്മിറ്റി മെമ്പേഴ്സിനെ ആര് തിരഞ്ഞെടുക്കുക? ആര് നോമിനേറ്റ് ചെയ്യും? ഗവൺമെന്റിനോ രജിസ്ട്രാർക്കോ നോമിനേറ്റ് ചെയ്യാം. പരമാവധി എത്ര കാലാവധിക്ക്? 12 months. ഓക്കെ, ആസ് പെർമിറ്റഡ് ഇൻ ദ ബൈലോ. ബൈലോ പെർമിറ്റ് ചെയ്യുകയാണെങ്കിൽ സംഘത്തിന്റെ ഫസ്റ്റ് കമ്മിറ്റിയെ ഗവൺമെന്റിനോ രജിസ്ട്രാർക്കോ നോമിനേറ്റ് ചെയ്യാം. പരമാവധി എത്ര കാലത്തേക്ക്? മാക്സിമം പീരീഡ് ഓഫ് 12 months as permitted by the bylaw. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ സെക്ഷൻ 28 പറയുന്നത് സംഘത്തിന്റെ ഫസ്റ്റ് കമ്മിറ്റിയെ ഗവൺമെന്റിനോ രജിസ്ട്രാർക്കോ നോമിനേറ്റ് ചെയ്യാം പരമാവധി 12 മാസ കാലയളവിക്ക്. എങ്ങനെയാണെങ്കിൽ സംഘത്തിന്റെ ബൈലോ പെർമിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആരെ ഉൾപ്പെടെ? സംഘത്തിന്റെ പ്രസിഡന്റും ചെയർമാനും ഉൾപ്പെടെ. അതാണ് the government or the registrar may nominate all or any members of the first committee including the president or chairman for a maximum period of 12 months as permitted in the bylaw. ബൈലോയിൽ പെർമിറ്റ് ചെയ്യുകയാണെങ്കിൽ പരമാവധി 12 മാസ കാലയളവിക്ക് രജിസ്ട്രാർക്കോ ഗവൺമെന്റിനോ എന്ത് ചെയ്യാം? സംഘത്തിന്റെ ഫസ്റ്റ് കമ്മിറ്റിയെ നോമിനേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി സെക്ഷൻ 28 പറയുന്നത് എലക്ഷൻ ഫോർ പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി ആൻഡ് ആൾ അതർ പ്രൈമറി സൊസൈറ്റി ഷാൽ നോട്ട് ബി കണ്ടക്റ്റഡ് ഓൺ വാർഡ് ബേസിസ് ഇർറെസ്പെക്റ്റീവ് ഓഫ് കോൺട്രറി പ്രൊവിഷൻ ഇൻ ദെയർ ബൈലോ. സംഘത്തില് പണ്ട് കാലത്ത്, അതായത് 2014 അമെൻമെന്റിലാണെന്നാണ് എൻ്റെ ഓർമ്മ, സംഘത്തിൽ എന്തിനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു? വാർഡ് ബേസിൽ ഇലക്ഷൻ നടത്താനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പ്രൊവിഷൻ എന്ത് ചെയ്തു? ഇപ്പോൾ നിലവിലുള്ള അമെൻമെന്റിൽ എടുത്തു കളഞ്ഞു. ഓക്കെ, അത് എടുത്തു കളഞ്ഞിട്ട് ഒരു കുറച്ച് കാലമായി. അപ്പോൾ അമെൻമെന്റ് ഈ വാർഡ് ബേസിലുള്ള ഇലക്ഷൻ എടുത്തു കളഞ്ഞപ്പോൾ ഇനി ഒരു കാരണവശാലും പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റിയോ അല്ലെങ്കിൽ മറ്റ് പ്രൈമറി സംഘങ്ങളോ ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല? വാർഡ് ബേസിൽ ഇലക്ഷൻ നടത്താൻ പാടില്ല. അത് അവരുടെ ബൈലോയിൽ എന്ത് തന്നെ പറഞ്ഞിരുന്നാലും എന്നുള്ള പ്രൊവിഷൻ അവിടെ കൊണ്ടുവന്നു, സെക്ഷൻ 28 കൊണ്ടുവന്നു. അതാണ് എലക്ഷൻ ഫോർ പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ് ആൻഡ് ആൾ അതർ പ്രൈമറി സൊസൈറ്റി ഷാൽ നോട്ട് ബി കണ്ടക്റ്റഡ് ഓൺ വാർഡ് ബേസിസ്. അപ്പോൾ സംഘത്തിന്റെ മാനേജിംഗ് കമ്മിറ്റിയുടെ ഇലക്ഷൻ, അതായത് PACSO മറ്റ് പ്രൈമറി സംഘങ്ങളോ ആണെങ്കിൽ അവരുടെ മാനേജിംഗ് കമ്മിറ്റിയുടെ ഇലക്ഷൻ ഒരു കാരണവശാലും എന്തിൽ നടത്താൻ പാടില്ല? വാർഡ് ബേസിസ് ഇലക്ഷൻ ആയിട്ട് നടത്താൻ പാടില്ല. അവരുടെ ബൈലോയിൽ എന്ത് തന്നെ പറഞ്ഞിരുന്നാലും എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഓക്കെ, ഇനി സെക്ഷൻ 28 1A ആണ്. 1A എന്താണ്? സൈസ് ഓഫ് ദ കമ്മിറ്റിയെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ഒരു പ്രൈമറി സംഘത്തിന്റെ മാനേജിംഗ് കമ്മിറ്റിയിൽ മിനിമം എത്ര ആൾക്കാരുണ്ടാവും? അറ്റ്ലീസ്റ്റ് 7 members ആൻഡ് not exceed 15 members while all other society can have maximum of 21 members. അതായത് വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മാനേജിംഗ് കമ്മിറ്റിയിൽ മിനിമം 7 ആൾക്കാരുണ്ടാവും, മാക്സിമം എത്ര ആൾക്കാർ? 15 ആൾക്കാരുണ്ടാവും. എന്നാൽ മറ്റ് സംഘങ്ങളുടെ കാര്യത്തിൽ, പ്രൈമറി അല്ലാത്ത മറ്റ് സംഘങ്ങൾ പറഞ്ഞാൽ അതൊക്കെയാണ്, അത് അപ്പെക്സ് സൊസൈറ്റി ആവാം, സെൻട്രൽ സൊസൈറ്റി ആവാം, അല്ലെങ്കിൽ ഫെഡറൽ സൊസൈറ്റി ആവാം. ഓക്കെ, അപ്പോൾ അപ്പെക്സ്, സെൻട്രൽ, ഫെഡറൽ സൊസൈറ്റികളിൽ എത്ര വരെ? പരമാവധി മാനേജിംഗ് കമ്മിറ്റി മെമ്പേഴ്സിൻ്റെ എണ്ണം എത്രയാണ്? 21 വരെ ആവാം. ഓക്കെ, പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ്, ദ കമ്മിറ്റി ഓഫ് പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൽ ഹാവ് അറ്റ്ലീസ്റ്റ് എത്ര? 7 members ആൻഡ് നോട്ട് എക്സീഡ് 15 members. 15 മെമ്പേഴ്സിൽ കൂടാനും പാടില്ല, 7 മെമ്പറിൽ കുറയാനും പാടില്ല. അപ്പോൾ നമ്മുടെ പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കും മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻ ദ മാനേജിംഗ് കമ്മിറ്റി ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ചോദിച്ചാൽ 7 ആണ്. മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻ ദ മാനേജിംഗ് കമ്മിറ്റി ഓഫ് എ പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി ചോദിച്ചാൽ എത്രയാണ്? അത് 15 ആണ്. ആൾ അതർ കോപ്പറേറ്റീവ് സൊസൈറ്റി ചോദിക്കുമ്പോൾ 21 എഴുതണം. ഈ ആൾ അതറിൽ എന്തൊക്കെയാണ് പെടുക? അത് അപ്പെക്സ് സൊസൈറ്റി പെടും. എന്താ അപ്പെക്സ് സൊസൈറ്റി പറഞ്ഞാൽ? സംസ്ഥാനം മൊത്തം പ്രവർത്തന പരിധികൾക്കും മറ്റ് സംഘങ്ങൾക്ക് മാത്രം മെമ്പർഷിപ്പ് ഉള്ളതുമായ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് നമ്മൾ എന്ത് പറയുക? അപ്പെക്സ് സൊസൈറ്റി എന്ന് പറയുക. ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞാലോ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ഇൻഡിവിജ്വലിന് മെമ്പർഷിപ്പ് ഉണ്ട്, സൊസൈറ്റിക്ക് മെമ്പർഷിപ്പ് ഉണ്ട്. പക്ഷേ ഇൻഡിവിജ്വൽ മെമ്പർഷിപ്പ് ഒരു കാരണവശാലും 25% കൂടാത്ത സംഘങ്ങളെയാണ് നമ്മൾ എന്താ പറയുക? ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുക. സെൻട്രൽ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ അപ്പെക്സിന്റെ തൊട്ട് താഴെയുള്ള ഈ പറഞ്ഞ DWCS ഡിസ്ട്രിക്ട് ഹോൾസെയിൽ കോപ്പറേറ്റീവ് സ്റ്റോർ, RCMPU റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ, പിന്നെ നമ്മുടെ പണ്ടത്തെ DCB ഉൾപ്പെടെയുള്ള സംഘങ്ങളെയാണ് നമ്മൾ എന്താ പറയുക? സെൻട്രൽ ടൈപ്പ് സൊസൈറ്റി എന്ന് പറയുക. അങ്ങനെയുള്ള സെൻട്രൽ ടൈപ്പ് സൊസൈറ്റിയോ ഫെഡറൽ ടൈപ്പ് സൊസൈറ്റിയോ അപ്പെക്സ് സൊസൈറ്റിയോ ആണെങ്കിൽ അവരുടെ മാനേജിംഗ് കമ്മിറ്റിയിൽ പരമാവധി എത്ര മെമ്പേഴ്സ് വരെ ആവാം? 21 വരെ ആവാം. ഓക്കെ, അതാണ് പറഞ്ഞത്. ഇനി സെക്ഷൻ 28 1B ഇൻഡിവിജ്വൽ ഇൻ എ ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ഒരു ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഇൻഡിവിജ്വൽ മെമ്പർഷിപ്പ് എത്ര വരെ ആവാം എന്നുള്ളതിനെ കുറിച്ചാണ് സെക്ഷൻ 28 1B പറയുന്നത്. ഈ സബ്സെക്ഷൻ ഒന്നും പഠിക്കേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ സെക്ഷൻ 28 1B ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഇൻഡിവിജ്വൽ മെമ്പർഷിപ്പിനെ കുറിച്ചാണ് പറയുന്നത്. പഠിക്കുമ്പോൾ ഈ സെക്ഷൻ 28 1B എന്താണെന്നൊന്നും പഠിക്കേണ്ട. അത് ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്സെക്ഷൻസ് ഉണ്ട്, അത് മാത്രം എന്ത് ചെയ്താൽ മതി? പഠിച്ചാൽ മതി. ഇതിൽ തന്നെ സെക്ഷൻ 28 5 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് പലവട്ടം ചോദിച്ചിട്ടുണ്ട്. എന്താണ്?
കോറം ഫോർ ദ മാനേജിംഗ് കമ്മിറ്റി ജസ്റ്റ് എബവ് 50% ആണ് എന്ത് മാനേജിംഗ് കമ്മിറ്റിയുടെ കോറം. അത് സെക്ഷൻ 28(5) പറയുന്നത്. അത് പലവട്ടം എന്ത് ചെയ്തിട്ടുണ്ട്, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്സെക്ഷൻസ് മാത്രമേ എന്ത് ചെയ്യേണ്ട കാര്യമുള്ളൂ, പഠിക്കേണ്ട കാര്യമുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഇതിനെ കുറിച്ചാണ്. സെക്ഷൻ 28(1)(b) ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഇൻഡിവിജ്വൽ മെമ്പർഷിപ്പിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. നോക്കൂ, ഇൻ ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ദ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് ആസ് ഓപ്പോസിറ്റ് ടു ഇൻസ്റ്റിറ്റ്യൂഷണൽ മെമ്പേഴ്സ് ഇൻ ദ സൊസൈറ്റി ആൻഡ് ഇറ്റ്സ് കമ്മിറ്റി ഷാൽ നോട്ട് എക്സീഡ് 25% ഓഫ് ദ ടോട്ടൽ മെമ്പേഴ്സ് സബ്ജക്ട് ടു ദ ലിമിറ്റ് സ്പെസിഫൈഡ് ഇൻ സബ്സെക്ഷൻ 28(1)(a). 28(1)(a)യുടെ കാര്യമാണ് നമ്മൾ എന്ത് പറഞ്ഞത്, മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് 7 മാക്സിമം 15 പറഞ്ഞത് അല്ലെ. മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻ ദ മാനേജിംഗ് കമ്മിറ്റി ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി 7 മാക്സിമം 15 പറഞ്ഞത് അതാണ്. അതിൽ അധികരിക്കാത്ത രീതിയിൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി, അതായത് ഒരു ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെങ്കിൽ ഇൻഡിവിജ്വൽ മെമ്പേഴ്സിന്റെ മാക്സിമം നമ്പർ എത്രയിൽ കൂടാൻ പാടില്ല, 25% ഓഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സിൽ കൂടാൻ പാടില്ല. അതിപ്പോൾ മാനേജിംഗ് കമ്മിറ്റിയുടെ കാര്യത്തിലാണെങ്കിൽ ശരി, ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സിന്റെ കാര്യത്തിലാണെങ്കിൽ ശരി, ഒരു ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ എത്രയിൽ കൂടാൻ പാടില്ല, ഇൻഡിവിജ്വൽ മെമ്പർഷിപ്പ് ഒരു കാരണവശാലും 25% കൂടാൻ പാടില്ല. ഓക്കെ, അതാണ് പറഞ്ഞത്. ഇൻ ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ദ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് ആസ് ഓപ്പോസിറ്റ് ടു ഇൻസ്റ്റിറ്റ്യൂഷണൽ മെമ്പർ പറഞ്ഞത് എന്താണ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ മെമ്പറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇൻഡിവിജ്വൽ മെമ്പേഴ്സിന്റെ ടോട്ടൽ നമ്പർ അതാണ് ആസ് ഓപ്പോസിറ്റ് ടു ഇൻസ്റ്റിറ്റ്യൂഷണൽ മെമ്പേഴ്സ് ഇൻ ദ സൊസൈറ്റി ആൻഡ് ഇറ്റ്സ് കമ്മിറ്റി ഷാൽ നോട്ട് എക്സീഡ്. സൊസൈറ്റിയിലെ ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സോ അല്ലെങ്കിൽ മാനേജിംഗ് കമ്മിറ്റിയിലെ മെമ്പേഴ്സോ ഒരു കാരണവശാലും എത്രയിൽ കൂടാൻ പാടില്ല, 25% ഓഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സിൽ കൂടാൻ പാടില്ല, സബ്ജക്ട് ടു ദ ലിമിറ്റ് സ്പെസിഫൈഡ് ഇൻ സെക്ഷൻ 28(1)(a). അതായത് മാക്സിമം എത്ര, 15 വരെ ആവാം. മാനേജിംഗ് കമ്മിറ്റിയിൽ മിനിമം എത്ര, 7 വരെ ആവാം. പക്ഷേ ഇതിൽ ഇൻഡിവിജ്വൽ മെമ്പർ, ഒരു ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെങ്കിൽ അതിൽ ഇൻഡിവിജ്വൽ മെമ്പർമാർ എത്രയിൽ കൂടാൻ പാടില്ല, 25% കൂടാൻ പാടുകയില്ല. ഓക്കെ, ഇനി സെക്ഷൻ 28(1)(c) റിസർവ്ഡ് സീറ്റിനെ കുറിച്ചാണ് പറയുന്നത്. 1 seat in a cooperative, primary cooperative society and urban cooperative bank shall be reserved for members holding deposit of 25,000 or more. അതായത് പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റിയുടെയോ അല്ലെങ്കിൽ ഒരു അർബൻ കോപ്പറേറ്റീവ് ബാങ്കിന്റെയോ മാനേജിംഗ് കമ്മിറ്റിയിൽ ഒരു സീറ്റ് ആർക്ക് വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്നു. നമ്മൾ പറഞ്ഞ മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് എത്രയാണ്, 15 ആണ്. മിനിമം എത്രയാണ്, 7. അപ്പോൾ 7 ആണെങ്കിൽ ശരി, 15 ആണെങ്കിൽ ശരി, ഒരു സംഘത്തിൽ 7 പേരേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു സംഘത്തിൽ 15 പേരുണ്ട്, 2 ആണെങ്കിൽ ശരി, അതിൽ ഒരു സീറ്റ് ആർക്ക് വേണ്ടി റിസർവ് ചെയ്യപ്പെട്ടിരിക്കുന്നു, അത് 25,000 രൂപയിൽ കൂടുതൽ ആ സംഘത്തിൽ ഡെപ്പോസിറ്റുള്ള ഒരു മെമ്പർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തിരിക്കുന്നു, റിസർവ് ചെയ്തിരിക്കുന്നു. ഓക്കെ, പണ്ട് ഇത് 10,000 ആയിരുന്നു. ഇനി പണ്ടത്തെ കാര്യങ്ങളൊന്നും പഠിക്കേണ്ട, ഓൾഡ് അമെൻമെന്റ് നോക്കേണ്ട കാര്യമില്ല. എന്ത് മാത്രം നോക്കിയാൽ മതി, പുതിയ അമെൻമെന്റ് മാത്രം നോക്കിയാൽ മതി. ഇനി പഴയ അമെൻമെന്റ് പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ പണ്ട് 10,000 ആയിരുന്നു എന്നൊന്നും നമ്മൾ പഠിച്ചു വെക്കേണ്ട കാര്യമില്ല. ഇനി എത്രയാണെന്ന് പഠിച്ചാൽ മതി, 25,000 ആണെന്ന് പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ 1 seat in the committee of a primary credit societies and urban cooperative bank, അർബൻ കോപ്പറേറ്റീവ് ബാങ്കിന്റെയോ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റിയുടെയോ മാനേജിംഗ് കമ്മിറ്റി മെമ്പേഴ്സിൽ ഒരു സീറ്റ് ആർക്ക് വേണ്ടിയിട്ടാണ്, റിസർവ് ഫോർ മെമ്പേഴ്സ് ഹോൾഡിംഗ് ഡെപ്പോസിറ്റ് ഓഫ് 25,000 ഓർ മോർ, 25,000 രൂപയിൽ കൂടുതൽ ഡെപ്പോസിറ്റിൽ ഒരു മെമ്പർക്ക് വേണ്ടിയിട്ട് ഒരു സീറ്റ് റിസർവ് ചെയ്തിരിക്കുന്നു. ഇനി നെക്സ്റ്റ് 28(1)(c) ആണ്. 2 seat in the committee, 2 സീറ്റ്, അതായത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മാനേജിംഗ് കമ്മിറ്റിയിൽ ഒരു സീറ്റ് 25,000 രൂപയിൽ കൂടുതൽ ഡെപ്പോസിറ്റുള്ള മെമ്പർക്ക് റിസർവ് ചെയ്തെങ്കിൽ ഇനി ഒരു 2 സീറ്റ് ആർക്ക് വേണ്ടി റിസർവ് ചെയ്തിട്ടുണ്ട്. 2 seat in the committee must be reserved for members below 40 years. അതായത് യുവത്വത്തിന് പ്രാധാന്യം നൽകാൻ വേണ്ടിയിട്ട് പുതിയ അമെൻമെന്റിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു സെക്ഷനാണെന്ത്, 40 വയസ്സിൽ താഴെയുള്ള ആൾക്കാർക്ക് 2 സീറ്റ് റിസർവ് ചെയ്തിരിക്കുന്നു. ഏത് ദിവസത്തിലാണ് 40 വയസ്സ്, ഓൺ ദ ഡേറ്റ് ഓഫ് ഫയലിംഗ് നോമിനേഷൻ ഫോർ ഇലക്ഷൻ. ഇലക്ഷൻ നോമിനേഷൻ ഫയൽ ചെയ്യുന്ന ദിവസം 40 വയസ്സിൽ താഴെയുള്ള ആൾക്കാരായിരിക്കണമെന്ന് 2 മാനേജിംഗ് കമ്മിറ്റി മെമ്പേഴ്സ്. ഓക്കെ, ഇനി 1 seat ഷാൽ ബി ദ നോൺ റിസർവ്ഡ് കാറ്റഗറി ആൻഡ് അതർ ഫോർ വുമൺ ഫ്രം ദ റിസർവ്ഡ് കാറ്റഗറി സ്പെസിഫൈഡ് ഇൻ സെക്ഷൻ 28(1)(a). അപ്പോൾ 2 seat in the committee, അപ്പോൾ 40 വയസ്സിൽ താഴെയുള്ള ആൾക്ക് എത്ര സീറ്റാണ്, 2 സീറ്റ് റിസർവ് ചെയ്തിരിക്കുന്നു. ഏത് ദിവസം വെച്ചിട്ടാ പ്രായം കണക്കാക്കുക, നോമിനേഷൻ കൊടുക്കുന്ന ദിവസം അയാൾക്ക് എത്രയിൽ കൂടാൻ പാടില്ല, 40 വയസ്സിൽ കൂടാൻ പാടില്ല. ഓക്കെ, ആ 40 വയസ്സിലെ ഒരു സീറ്റ് നോൺ റിസർവ്ഡ് കാറ്റഗറിക്കും ഒരു സീറ്റ് വുമൺ മെമ്പേഴ്സിനും മാറ്റി വെച്ചിരിക്കുന്നു. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മാനേജിംഗ് കമ്മിറ്റിയിൽ വുമൺ മെമ്പേഴ്സ് എത്രയാണ്, 3 പേരാണ് അല്ലേ. വുമൺ ആൻഡ് SC/ST മെമ്പേഴ്സിന്റെ റിസർവേഷനെ കുറിച്ചിട്ട് സെക്ഷൻ 28(a) പറയുന്നുണ്ട്. ആ 28(a) പറയുന്ന വുമൺ മെമ്പേഴ്സിൽ ഒരാൾ എത്രയായിരിക്കും, 40 വയസ്സിൽ താഴെയുള്ള ആളായിരിക്കും. ഓക്കെ, അപ്പോൾ പറഞ്ഞ കാര്യം കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒരു മെമ്പർ 25,000 രൂപയിൽ കൂടുതൽ ഡെപ്പോസിറ്റുള്ള ഒരു മെമ്പർ ആയിരിക്കും. 2 ആൾക്കാർ 40 വയസ്സിൽ താഴെയുള്ള ആൾക്കാരായിരിക്കും. ആ 2 ആളുടെ സീറ്റ് ആർക്കൊക്കെയാണ് റിസർവ് ചെയ്തിരിക്കുന്നത്, ഒന്ന് നോൺ റിസർവ്ഡ് കാറ്റഗറിക്ക് റിസർവ് ചെയ്തപ്പോൾ മറ്റൊരെണ്ണം ആർക്കാണ് റിസർവ് ചെയ്ത് കൊടുത്തത്, വുമൺ മെമ്പേഴ്സിനാണ്. സെക്ഷൻ 28(a)
പ്രകാരം 3 വുമൺ മെമ്പേഴ്സ് ഉണ്ടാവും. ആ 3-ൽ ഒരാൾ എന്തായിരിക്കും? 40 വയസ്സിൽ താഴെയുള്ള ആളായിരിക്കും. ഓക്കെ, ഇനി സെക്ഷൻ 28(1)(g)യില് കോപ്റ്റഡ് മെമ്പേഴ്സിനെ കുറിച്ച് പറയുന്നത് കേട്ടോ. അതിനെക്കുറിച്ചാണ് കോപ്റ്റഡ് മെമ്പേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഈ കോപ്റ്റഡ് മെമ്പേഴ്സിന്റെ കാര്യം എന്താണ് പറയുന്നത് നോക്കൂ. ദ കമ്മിറ്റി മസ്റ്റ് കോപ്റ്റ് 2 experts as a members. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻ ദ മാനേജിംഗ് കമ്മിറ്റി എത്രയാണ്? 15 ആണ് അല്ലേ. 15 മെമ്പേഴ്സാണ് ഒരു സംഘത്തിന്റെ മാനേജിംഗ് കമ്മിറ്റിയിൽ പരമാവധി ഉണ്ടാവുക. ആ 15-നെ കൂടാതെ ഒരു 2 പേരും കൂടി ഉണ്ടാകും. ആ 2 മെമ്പേഴ്സാണ് എന്ത്? കോപ്റ്റ് മെമ്പേഴ്സ്. അപ്പോൾ ഈ 15-നെ കൂടാതെ 2 ആയിരിക്കണമെന്ന് നമ്മുടെ ആക്ടിൽ പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ കോപ്റ്റ് മെമ്പേഴ്സിനെയും കൂടി കൂട്ടിയാൽ ഒരു പ്രൈമറി സംഘത്തിന്റെ മാനേജിംഗ് കമ്മിറ്റിയിൽ പരമാവധി എത്ര ആൾക്കാരായിരിക്കും? 17 ആൾക്കാരുണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ കോപ്റ്റഡ് മെമ്പേഴ്സിന് എന്തിൽ കൂട്ടില്ല? ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സിന്റെ മാനേജിംഗ് കമ്മിറ്റിയുടെ കൂടെ കൂട്ടുകയില്ല എന്നർത്ഥം. ഓക്കെ, അപ്പോൾ കോപ്റ്റ് മെമ്പേഴ്സിനെ കുറിച്ച് എന്താ പറയുന്നത് നോക്കൂ. ദ കമ്മിറ്റി മസ്റ്റ് കോപ്റ്റ്. സംഘത്തിന്റെ മാനേജിംഗ് കമ്മിറ്റി കോപ്റ്റ് ചെയ്യണം. കോപ്റ്റ് ചെയ്യണം പറഞ്ഞാൽ എന്താ അർത്ഥം? അവർ തിരഞ്ഞെടുക്കൊന്നുമല്ല. സംഘത്തിന്റെ മാനേജിംഗ് കമ്മിറ്റി രൂപീകരിച്ചതിന് ശേഷം അവർ പറയണം ഈ 2 പേരും കൂടി ഈ സംഘത്തിന്റെ മാനേജിംഗ് കമ്മിറ്റിയുടെ ഭാഗമാണ് എന്ന് അവർ ഓപ്റ്റ് ചെയ്യണം കേട്ടോ. അതാണ് ദ കമ്മിറ്റി മസ്റ്റ് കോപ്റ്റ് 2 experts as a members. 2 എക്സ്പേർട്സിനെ എന്താ ചെയ്യണം? മെമ്പറാക്കി മാറ്റണം. ദ എക്സ്പേർട്ട് ക്യാൻ ബി വിത്ത് ബാക്ക്ഗ്രൗണ്ട്. അവർക്ക് ചില ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരിക്കണം. എന്താ ബാക്ക്ഗ്രൗണ്ട്? ഇൻ പെയ്ഡ് സർവീസ് ഓഫ് കമേഴ്ഷ്യൽ ബാങ്ക്. കമേഴ്ഷ്യൽ ബാങ്കില് ജോലിയുള്ള എംപ്ലോയി ആയി പണ്ട് ജോലിയുള്ള കേട്ടോ, അതായത് റിട്ടയർഡ് ആയിട്ടുള്ള ആളാവാം, അല്ലെങ്കിൽ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിലോ, അല്ലെങ്കിൽ അർബൻ കോപ്പറേറ്റീവ് ബാങ്കിലോ, അല്ലെങ്കിൽ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്കിലോ, അല്ലെങ്കിൽ പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക്, നമ്മുടെ കേസ് കാർഡ് ബാങ്ക്, അല്ലെങ്കിൽ PCRDB, അല്ലെങ്കിൽ പണ്ടത്തെ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കോ അല്ലെങ്കിൽ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിലോ മാനേജീരിയൽ കേഡറിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളായിരിക്കണം. കോപ്റ്റഡ് മെമ്പേഴ്സ് ഒരു കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ചില ബാങ്കിങ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരിക്കണം. എന്താ ബാങ്കിങ് ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞാൽ? ഒന്നുകിൽ അവർ കമേഴ്ഷ്യൽ ബാങ്കിലെയോ, അല്ലെങ്കിൽ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിലോ, അല്ലെങ്കിൽ കേസ് കാർഡ് ബാങ്കിലോ, അല്ലെങ്കിൽ PCRDBയിലോ, അല്ലെങ്കിൽ DCBയിലോ, അല്ലെങ്കിൽ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിലോ മാനേജീരിയൽ കേഡറിൽ ഇതുള്ള ആളായിരിക്കണം. മാനേജീരിയൽ കേഡറിൽ വർക്ക് ചെയ്തിരുന്ന ആളായിരിക്കണം. ഓർ അല്ലെങ്കിൽ സ്പെഷ്യലൈസേഷൻ ഇൻ കോപ്പറേറ്റീവ് മാനേജ്മെന്റ്. കോർപ്പറേഷനിലോ കോപ്പറേറ്റീവ് മാനേജ്മെന്റിലോ, അല്ലെങ്കിൽ മാനേജ്മെന്റിലോ, അല്ലെങ്കിൽ അഗ്രികൾച്ചറിലോ, അല്ലെങ്കിൽ എക്കണോമിക്സിലോ, അല്ലെങ്കിൽ കൊമേഴ്സിലോ, അല്ലെങ്കിൽ പബ്ലിക് ഫിനാൻസിലോ, അല്ലെങ്കിൽ ലോയിലോ, അല്ലെങ്കിൽ റൂറൽ ഡെവലപ്മെന്റിലോ, അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജിയിലോ സ്പെഷ്യലൈസേഷൻ ചെയ്തിട്ടുള്ള ആളുമാവാം. ഓക്കെ, അപ്പോൾ ഒരു സംഘത്തിന്റെ കോപ്റ്റഡ് മെമ്പേഴ്സിന്റെ യോഗ്യതകളെ കുറിച്ചാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ദ കമ്മിറ്റി മസ്റ്റ് കോപ്റ്റ്. നമ്മുടെ സംഘത്തിന്റെ മാനേജിംഗ് കമ്മിറ്റി 2 പേരെ എന്ത് ചെയ്യണം? കോപ്റ്റ് ചെയ്യണം. ഏത് മേഖലയിൽ നിന്നുള്ള ആള്? ദ എക്സ്പേർട്ട് ക്യാൻ ബി എ പേഴ്സൺ വിത്ത് ബാക്ക്ഗ്രൗണ്ട് ഇൻ പെയ്ഡ് സർവീസ് ഓഫ് എ കമേഴ്ഷ്യൽ ബാങ്ക്. അതായത് അയാള് ബാങ്കിലെ മുൻ എംപ്ലോയി ആയിരിക്കണം എന്നർത്ഥം. അതാണ് പെയ്ഡ് സർവീസിന്റെ കമേഴ്ഷ്യൽ ബാങ്ക് പറഞ്ഞാൽ പണ്ട് ഈ പറഞ്ഞ ബാങ്കിൽ ജോലി ചെയ്തിട്ടുള്ള ആളായിരിക്കണം. അത് കമേഴ്ഷ്യൽ ബാങ്ക് ആവാം, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ആവാം, അർബൻ ബാങ്ക് ആവാം, കേസ് കാർഡ് ബാങ്ക് ആവാം, PCRDB ആവാം, DCB ആവാം, അല്ലെങ്കിൽ എന്താവാം സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് ആവാം. അതിൽ ഏത് കേഡർ ആയിരിക്കണം? മാനേജീരിയൽ കേഡറിലുള്ള ആളോ, അല്ലെങ്കിൽ ചില സ്പെഷ്യലൈസേഷൻ ഉള്ള ആള്. എന്താ സ്പെഷ്യലൈസേഷൻ? സ്പെഷ്യലൈസേഷൻ ഇൻ കോപ്പറേറ്റീവ് മാനേജ്മെന്റ്, അഗ്രികൾച്ചർ, എക്കണോമിക്സ്, കൊമേഴ്സ്, പബ്ലിക് ഫിനാൻസ്, ലോ, റൂറൽ ഡെവലപ്മെന്റ്, അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി. ഇതിൽ ഏതിലെങ്കിലും അവഗാഹമുള്ള ഒരാളെ 2 പേരെ എന്ത് ചെയ്യാം? ഒരാളല്ല 2 പേരെ എന്ത് ചെയ്യാം? സംഘത്തിന്റെ മാനേജിംഗ് കമ്മിറ്റിയിലേക്ക് കോപ്റ്റ് ചെയ്യാം. അവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോപ്റ്റഡ് മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ പറയുന്നത് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. ഇനി നോക്കൂ, കോപ്റ്റഡ് മെമ്പേഴ്സ് എന്താ പറയുന്നത്? കോപ്റ്റഡ് മെമ്പേഴ്സ് കനോട്ട് വോട്ട് ഇൻ എലക്ഷൻ. കോപ്റ്റഡ് മെമ്പേഴ്സിന് എന്ത് ചെയ്യാൻ കഴിയില്ല? ഇലക്ഷനിൽ വോട്ട് ചെയ്യാൻ കഴിയില്ല. ഹോൾഡ് ഓഫീസ് ആസ് ഓഫീസ് ബെയറേഴ്സ്. cannot hold officers as office bearers. സംഘത്തിന്റെ മാനേജിംഗ് കമ്മിറ്റിയിലെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ട്രഷറർ ഉൾപ്പെടെയുള്ള സ്ഥാനങ്ങൾ എന്ത് ചെയ്യാൻ കഴിയില്ല? വഹിക്കാൻ കഴിയില്ല. അതാണ് cannot hold office as a office bearers or affect the committee size calculation. എന്താ അത് പറഞ്ഞാൽ? സംഘത്തിന്റെ ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സിൽ മാനേജിംഗ് കമ്മിറ്റിയിൽ ആരെ ഉൾപ്പെടുത്തില്ല? കോപ്റ്റഡ് മെമ്പേഴ്സിനെ ഉൾപ്പെടുത്തില്ല. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് കുറച്ച് സിമ്പിൾ ആക്കിയതാണ്. കോപ്റ്റഡ് മെമ്പേഴ്സ് cannot vote in election. കോപ്പറേറ്റീവ് മെമ്പേഴ്സിന് കോപ്റ്റഡ് മെമ്പേഴ്സിന് എന്ത് ചെയ്യില്ല? അതായത് സംഘത്തിന്റെ മാനേജിംഗ് കമ്മിറ്റിയിൽ ഈ പറഞ്ഞ ബാങ്കിങ് എക്സ്പീരിയൻസ് ഉള്ള ആളോ അല്ലെങ്കിൽ ചില സ്പെഷ്യലൈസേഷനുള്ള ആൾക്കാർ എന്ത് ചെയ്യും? 2 പേരെ സംഘത്തിന്റെ മാനേജിംഗ് കമ്മിറ്റി കോപ്റ്റ് ചെയ്യും പറഞ്ഞു. കോപ്റ്റ് ചെയ്ത ആൾക്ക് എന്തുണ്ടായിരിക്കില്ല? വോട്ടിംഗ് പവർ ഉണ്ടായിരിക്കില്ല. കൂടാതെ cannot hold as a office bearers. cannot hold as office bearers പറഞ്ഞതാണ് അവർക്ക് ഓഫീസ് ബെയറേഴ്സ് ആകാൻ കഴിയില്ല. ഓഫീസ് ബെയറേഴ്സ് പറഞ്ഞാൽ ആരാണ്? സംഘത്തിന്റെ മാനേജിംഗ് കമ്മിറ്റിയിൽ ഓഫീസ് ബെയറേഴ്സ് പറഞ്ഞാൽ പ്രസിഡന്റ് ആവാം, വൈസ് പ്രസിഡന്റ് ആവാം, ട്രഷറർ ആവാം. ഓക്കെ, അപ്പൊ ഇതൊന്നും ആകാൻ കഴിയില്ല കേട്ടോ. കോപ്റ്റഡ് മെമ്പേഴ്സിന് എന്താ ചെയ്യാൻ കഴിയില്ല?
പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ട്രഷറർ തുടങ്ങിയ സ്ഥാനങ്ങളൊന്നും വഹിക്കാൻ കഴിയില്ല. പിന്നെ ഓർ അഫക്ട് ദ കമ്മിറ്റി സൈസ് കാൽക്കുലേഷൻ പറഞ്ഞാൽ ഒരിക്കലും അവർ എന്തില്ല ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സിൽ കൂട്ടുകയില്ല. അതാണ് കനോട്ട് വോട്ട് ഇൻ ഇലക്ഷൻ, ഹോൾഡ് ഓഫീസ് ഓഫീസ് ബെയറേഴ്സ് ഓർ അഫക്ട് ദ കമ്മിറ്റി സൈസ് കാൽക്കുലേഷൻ. സംഘത്തിന്റെ മാനേജിംഗ് കമ്മിറ്റിയുടെ സൈസ് കാൽക്കുലേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ സംഘത്തിന്റെ ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സിൽ കൂട്ടില്ല എന്നർത്ഥം കേട്ടോ. പിന്നെ എന്ത് ചെയ്യാൻ കഴിയില്ല, അവർക്ക് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളൊന്നും അലങ്കരിക്കാൻ കഴിയില്ല. അവർക്ക് സംഘത്തിന്റെ മാനേജിംഗ് കമ്മിറ്റിയിൽ വോട്ടിംഗ് പവർ ഉണ്ടായിരിക്കില്ല. ഓക്കെ, ഇനി നോക്കൂ, ഏതെങ്കിലും കമ്മിറ്റി ചാർജ് എടുത്തിട്ട് 6 മാസം കഴിഞ്ഞിട്ടും ഇതുപോലെ 2 കോപ്റ്റഡ് മെമ്പേഴ്സിനെ വെക്കുന്നില്ലെങ്കിൽ അവിടെ അവരെ ആര് നിയമിക്കും? രജിസ്ട്രാറോ ഗവൺമെന്റോ അവരെ നിയമിക്കും. അതാണ് നെക്സ്റ്റ് പ്രൊവിഷൻ ആയിട്ട് പറയുന്നത്. നോക്കൂ, ഇഫ് ദ കമ്മിറ്റി ഫെയിൽസ് ടു കോപ്റ്റ് വിത്തിൻ 6 months, അതായത് 2 പേരെ സംഘത്തിന്റെ മാനേജിംഗ് കമ്മിറ്റി കോപ്റ്റ് ചെയ്യാൻ പരാജയപ്പെട്ടാൽ, അതാണ് ഇഫ് ദ കമ്മിറ്റി ഫെയിൽസ് ടു കോപ്റ്റ് വിത്തിൻ 6 months, ദ ഗവൺമെന്റ് ഓർ രജിസ്ട്രാർ ഷാൽ നോമിനേറ്റ് മെമ്പേഴ്സ് വിത്ത് പ്രയർ നോട്ടീസ്. അപ്പൊ എന്താ പറഞ്ഞത്? ഇഫ് ദ കമ്മിറ്റി ഫെയിൽസ് ടു കോപ്റ്റ് വിത്തിൻ 6 months, 6 മാസത്തിനുള്ളിൽ സംഘത്തിന്റെ മാനേജിംഗ് കമ്മിറ്റി കോപ്റ്റ് ചെയ്യാൻ 2 മെമ്പേഴ്സിനെ കോപ്റ്റ് ചെയ്യാൻ പരാജയപ്പെടുകയാണെങ്കിൽ ദ ഗവൺമെന്റ് ഓർ രജിസ്ട്രാർ ഷാൽ നോമിനേറ്റ്, ഗവൺമെന്റ് അല്ലെങ്കിൽ രജിസ്ട്രാർ എന്ത് ചെയ്യും? അവരെ നോമിനേറ്റ് ചെയ്യും മെമ്പേഴ്സ് വിത്ത് പ്രയർ നോട്ടീസ്. സംഘത്തിന് ഒരു നോട്ടീസ് കൊടുത്തിട്ട് രജിസ്ട്രാറോ ഗവൺമെന്റോ ഇതുപോലെ എക്സ്പേർട്ടേഴ്സ് ആയിട്ടുള്ള 2 ആൾക്കാർ എന്ത് ചെയ്യും? സംഘത്തിന്റെ മാനേജിംഗ് കമ്മിറ്റിയിൽ കോപ്റ്റ് ചെയ്യും. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ഇനി മുതൽ സംഘത്തിന്റെ മാനേജിംഗ് കമ്മിറ്റിയിൽ കോപ്റ്റഡ് മെമ്പേഴ്സ് വളരെ നിർബന്ധമാണ്, മസ്റ്റ് ആണ് എന്നുള്ള അർത്ഥം കേട്ടോ. ഓക്കെ, അതാണ് നമ്മൾ എന്തിൽ പഠിച്ചത്? സെക്ഷൻ 28 1Gയിൽ പഠിച്ചത് കേട്ടോ. സെക്ഷൻ 28 1Gയിലാണ് ഇതിനെ കുറിച്ച് പറയുന്നത്, ഈ പറഞ്ഞ കോപ്റ്റഡ് മെമ്പേഴ്സിനെ കുറിച്ച് പറയുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞു, സബ്സെക്ഷൻ ഒന്നും എന്ത് ചെയ്യേണ്ട കാര്യമില്ല, നിങ്ങൾ കൃത്യമായിട്ട് എല്ലാ സബ്സെക്ഷനും കാണാണ്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി നോക്കൂ, നെക്സ്റ്റ് കാഷ്വൽ വേക്കൻസി വന്നാൽ എങ്ങനെയാണ് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. കാഷ്വൽ വേക്കൻസി വന്നാൽ അത് ഇലക്ഷൻ വഴിയും ഫില്ല് ചെയ്യും, നോമിനേഷൻ വഴിയും ഫില്ല് ചെയ്യും. ഇലക്ഷൻ വഴി ഫില്ല് ചെയ്യേണ്ട കാര്യവും പറഞ്ഞിട്ടുണ്ട്, നോമിനേഷൻ വഴി ഫില്ല് ചെയ്യേണ്ട കാര്യവും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നോമിനേഷൻ വഴി ഫില്ല് ചെയ്യേണ്ട കാര്യമാണ് സെക്ഷനിൽ പറയുന്നത്. ഇലക്ഷൻ വഴി ഫില്ല് ചെയ്യേണ്ട കാര്യം റൂൾ 38 എന്തിൽ ഈ പറഞ്ഞ ഇലക്ഷൻ വഴി ഫില്ല് ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ച് പറയുന്നത്. ഇവിടെ നോമിനേഷൻ വഴി ഫില്ല് ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത് കേട്ടോ. നോക്കൂ, ഇഫ് ആൻ എലക്റ്റഡ് മെമ്പേഴ്സ് സീറ്റ് ബിക്കം വാക്കന്റ് ഡ്യൂറിംഗ് ദ term and less than half of the original term remains, the vacancy shall be filled by nomination by the committee from the same class of members. ഇപ്പൊ എന്താ പറഞ്ഞാൽ, if an elected committee members, അതായത് if elected members seat become vacant, ഒരു തെരഞ്ഞെടുത്ത മെമ്പറുടെ സീറ്റ് വാക്കന്റ് ആയി. എങ്ങനെ വാക്കന്റ് ആവുക? ഒന്നുകിൽ അയാൾ രാജിവെക്കാം, അല്ലെങ്കിൽ അയാൾക്ക് ഡിസ്ക്വാളിഫിക്കേഷൻ വരാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് അയാൾ പുറത്താക്കപ്പെടാം. അത്തരം സന്ദർഭങ്ങളിൽ സംഘത്തിന്റെ മാനേജിംഗ് കമ്മിറ്റിയിൽ വേക്കന്റ് വരികയും ആൻഡ് ലെസ് ദാൻ ഹാഫ് ഓഫ് ദ ഒറിജിനൽ ടേം, അതായത് ദ ടേം ഓഫ് ദ കമ്മിറ്റി ലെസ് ദാൻ ഹാഫ് ഓഫ് ദ ഒറിജിനൽ ടേം, നിലവിലുള്ള മാനേജിംഗ് കമ്മിറ്റിയുടെ കാലാവധി പകുതിയിൽ കുറവായിരിക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ ദ വാക്കൻസി ഷാൾ ഫിൽ ബൈ എന്താണ്? നോമിനേഷൻ ബൈ ദ കമ്മിറ്റി ഫ്രം ദ സെയിം ക്ലാസ് ഓഫ് മെമ്പേഴ്സ്. അത്തരം സന്ദർഭങ്ങളിൽ നിലവിലുള്ള സംഘത്തിന്റെ മാനേജിംഗ് കമ്മിറ്റി അവരെന്ത് ചെയ്യും? നോമിനേഷനിലൂടെ സെയിം ക്ലാസ് ഓഫ് മെമ്പേഴ്സിൽ നിന്ന് നിയമിക്കും. എന്താ പറഞ്ഞാൽ, ഇഫ് ആൻ എലക്റ്റഡ് കമ്മിറ്റി, ഒരു സംഘത്തിന്റെ തെരഞ്ഞെടുത്ത കമ്മിറ്റിയിലെ ഒരു സീറ്റ് വാക്കന്റ് വന്നു, നിലവിലുള്ള മാനേജിംഗ് കമ്മിറ്റിക്ക് പകുതിയിൽ കുറവ് കാലാവധി മാത്രമേ ഉള്ളൂ. എത്രയാണ് മാനേജിംഗ് കമ്മിറ്റിയുടെ കാലാവധി? 5 വർഷമാണ്. അവരൊരു 3 വർഷം പൂർത്തീകരിച്ചു, ഇനി 2 വർഷമേ ബാക്കിയുള്ളൂ എന്ന് വെച്ചോളൂ. അത്തരം സന്ദർഭങ്ങളിൽ ഈ വാക്കന്റ് ഫില്ല്, അതായത് ഒഴിവ് വന്ന വാക്കൻസി എന്ത് ചെയ്യും? സംഘത്തിന്റെ മാനേജിംഗ് കമ്മിറ്റി തന്നെ നോമിനേറ്റ് ചെയ്യും. എവിടെ നിന്നും? സെയിം ക്ലാസ് ഓഫ് മെമ്പേഴ്സ്. എന്താ സെയിം ക്ലാസ് ഓഫ് മെമ്പേഴ്സ് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു വനിതാ മെമ്പറുടെ വേക്കൻ്റ് ആണ് വന്നിരിക്കുന്നത് വെച്ചാൽ ആരെ? ഒരു വനിതാ മെമ്പറെ നോമിനേറ്റ് ചെയ്യും. 25,000 രൂപ കൂടുതൽ ഡെപ്പോസിറ്റ് ഉള്ള ഒരു മെമ്പറുടെ വേക്കൻസിയാണ് വന്നിരിക്കുന്നത് വെച്ചാൽ അതേ ക്ലാസ്സിൽ നിന്ന് എന്ത് ചെയ്യും? ഒരു മെമ്പറെ നോമിനേറ്റ് ചെയ്യും. ഇനി 40 വയസ്സിൽ താഴെയുള്ള ഒരാൾക്ക് 2 സീറ്റ് ഉണ്ട്, അവരുടെ ഭാഗത്തു നിന്നാണ് വേക്കൻറ്റ് വന്നിരിക്കുന്നത് വെച്ചാൽ അതേ കാറ്റഗറിയിൽപ്പെട്ട 2 ആൾക്കാരെ, അല്ലെങ്കിൽ എത്രയാണോ വേക്കൻറ്റ് വന്നത് അവരെ എന്ത് ചെയ്യും? നോമിനേറ്റ് ചെയ്യും. എങ്ങനെയാണെങ്കിൽ സംഘത്തിന്റെ മാനേജിംഗ് കമ്മിറ്റിയുടെ കാലാവധി പകുതിയിൽ കുറവേ ഉള്ളൂ വെച്ചാൽ, പകുതിയിൽ കൂടുതലാണെങ്കിൽ അവിടെ ഇലക്ഷൻ നടത്തണം എന്നുള്ള കാര്യം റൂളിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് എന്ത് പഠിക്കാം? ആ റൂള് പഠിക്കാം. അത് റൂളിലാണ് പറയുന്നത്, ഇത് സെക്ഷനിലാണ് കേട്ടോ. അപ്പോൾ നോമിനേഷൻ്റെ കാര്യം സെക്ഷനിലും ഇലക്ഷൻ്റെ കാര്യം റൂളിലുമാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാം. അതാണ് ഇഫ് ആൻ എലക്റ്റഡ് മെമ്പേഴ്സ് സീറ്റ് ബിക്കം വാക്കന്റ് ഡ്യൂറിംഗ് ദ ടേം ആൻഡ് ലെസ് ദാൻ ഹാഫ് ഓഫ് ഇറ്റ്സ് ഒറിജിനൽ ടേം റിമെയിൻസ്, അതായത് സംഘത്തിന്റെ മാനേജിംഗ് കമ്മിറ്റിയുടെ കാലാവധി പകുതിയിൽ കുറവും ദ വാക്കൻസി ഷാൽ ഫിൽഡ് ബൈ നോമിനേഷൻ ബൈ ദ കമ്മിറ്റി ഫ്രം ദ സെയിം ക്ലാസ് ഓഫ് മെമ്പേഴ്സ്. സംഘത്തിന്റെ മാനേജിംഗ് കമ്മിറ്റി അവർ എന്ത് ചെയ്യും? നോമിനേഷനിലൂടെ ഫില്ല് ചെയ്യും, ഇവിടുന്ന് സെയിം ക്ലാസ് ഓഫ് മെമ്പേഴ്സിൽ നിന്ന് കേട്ടോ. ഇനി നോക്കൂ, ഡിസ്ക്വാളിഫിക്കേഷനെ കുറിച്ചാണ് നെക്സ്റ്റ് പറയുന്നത്. എ പേഴ്സൺ കനോട്ട് ബി എ മെമ്പർ ഓഫ് മോർ ദാൻ 1 കമ്മിറ്റി ഓഫ് ദ സെയിം ടൈപ്പ്. ഒരാൾക്ക്
ഒരേപോലുള്ള ഒന്നിലധികം സംഘങ്ങളുടെ മാനേജിംഗ് കമ്മിറ്റിയിൽ മെമ്പറാകാൻ കഴിയില്ല. അപ്പോൾ 2 സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ മാനേജിംഗ് കമ്മിറ്റിയിൽ എന്ത് ചെയ്യാൻ കഴിയില്ല? ഒരാൾക്ക് തന്നെ മെമ്പറാകാൻ കഴിയില്ല. 2 വ്യത്യസ്ത തരത്തിലുള്ള സംഘങ്ങളുടെ 2ൽ കൂടുതൽ ബി എ മെമ്പർ ഓഫ് 2 കമ്മിറ്റി ഇൻ ഡിഫറൻറ്റ് സൊസൈറ്റി. ഓക്കെ, 2ൽ കൂടുതൽ വ്യത്യസ്ത സംഘത്തിൻ്റെ മാനേജിംഗ് കമ്മിറ്റിയിൽ എന്ത് ചെയ്യാൻ കഴിയില്ല? ഒരാൾക്ക് മാനേജിംഗ് കമ്മിറ്റി മെമ്പറാകാൻ പറ്റും. ഒരു മാർക്കറ്റിങ്ങിൻ്റെ ഒരു ക്രെഡിറ്റിൻ്റെ ആവാം, അല്ലെങ്കിൽ ഒരു ക്രെഡിറ്റിൻ്റെ ഒരു കൺസ്യൂമറിൻ്റെ ആവാം. 2 കൺസ്യൂമറിൻ്റെയോ അല്ലെങ്കിൽ 2 ക്രെഡിറ്റിൻ്റെയോ അല്ലെങ്കിൽ 2 മാർക്കറ്റിങ്ങിൻ്റെയോ മാനേജിംഗ് കമ്മിറ്റി മെമ്പേഴ്സ് ഒരാൾക്ക് തന്നെ ആകാൻ കഴിയുകയില്ല. അതാണ് ഡിസ്ക്വാളിഫിക്കേഷനെ കുറിച്ച് സെക്ഷൻ 28 2 പറയുന്നത് കേട്ടോ. ഒരാൾക്ക് ഒന്നിലധികം സംഘത്തിൻ്റെ മാനേജിംഗ് കമ്മിറ്റിയിൽ ഒരേപോലുള്ള ഒന്നിലധികം സംഘവും വ്യത്യസ്ത തരത്തിലുള്ള 2ൽ കൂടുതൽ സംഘത്തിൻ്റെയും മാനേജിംഗ് കമ്മിറ്റിയിൽ എന്ത് ചെയ്യാൻ കഴിയില്ല? മെമ്പറാകാൻ കഴിയുകയില്ല. അവിടെ ചില എക്സെപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, ആ കാര്യം കൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കണം കേട്ടോ. എക്സെപ്ഷൻ എന്താണെന്ന് വെച്ചാൽ members can serve as a delegate to apex or central society which does not disqualify the form ഫ്രം കമ്മിറ്റി മെമ്പർഷിപ്പ്. അതായത് ഒരു പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് മാനേജിംഗ് കമ്മിറ്റിയിൽ മെമ്പറായിട്ടുള്ള ഒരാൾക്ക് അപ്പെക്സ് സൊസൈറ്റിയുടെ മാനേജിംഗ് കമ്മിറ്റി മെമ്പർ ആകുന്നതിന് ഈ പറഞ്ഞ റൂൾ തടസ്സമല്ല. ഒരേപോലുള്ള സംഘങ്ങളിൽ 2 സംഘത്തിൻ്റെ മാനേജിംഗ് കമ്മിറ്റിയിൽ മെമ്പർ ആകുന്നതിന് ഡിസ്ക്വാളിഫിക്കേഷൻ ഉണ്ട്. ആ ഡിസ്ക്വാളിഫിക്കേഷൻ ആർക്ക് ബാധകമല്ല? അപ്പെക്സ് സൊസൈറ്റിയുടെയോ സെൻട്രൽ സൊസൈറ്റിയുടെയോ കാര്യത്തിൽ ബാധകമല്ല. ഞാൻ ഈ പറഞ്ഞതിൻ്റെ സിമ്പിൾ ആയിട്ടുള്ള മീനിങ് പറയുകയാണെങ്കിൽ, ഒരാൾ ഒരു പ്രൈമറി സംഘത്തിൻ്റെ മാനേജിംഗ് കമ്മിറ്റിയിലെ ബോർഡ് ഓഫ് ഡയറക്ടറാണ്. അയാൾക്ക് എന്തിലും ബോർഡ് ഓഫ് ഡയറക്ടർ ആവാം. അപ്പം നമ്മുടെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിലും എന്താവാം? ബോർഡ് ഓഫ് ഡയറക്ടർ ആവും. ഇപ്പോൾ ഒരു സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടർക്ക് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ മാനേജിംഗ് കമ്മിറ്റിയിലും ബോർഡ് ഓഫ് ഡയറക്ടർ ആവും. അപ്പോൾ അത് 2 ക്രെഡിറ്റ് അല്ലേ? അതെ. ഒരു 2 സർവീസ് ബാങ്കിന് പറ്റില്ല, പക്ഷേ ഒരു അപ്പെക്സ് സൊസൈറ്റിയുടെ ഒരു സെൻട്രൽ സൊസൈറ്റിയുടെയോ ഒരു പ്രൈമറി സംഘത്തിൻ്റെയോ എന്ത് ചെയ്യാം? ആവാം. അപ്പോൾ ഈ പറഞ്ഞ എക്സെപ്ഷൻ 2 സംഘത്തിൻ്റെ ഒരേപോലുള്ള ഒന്നിലധികം സംഘത്തിൻ്റെ മാനേജിംഗ് കമ്മിറ്റിയിൽ മെമ്പറാകാൻ പാടുകയില്ല എന്നുള്ള എക്സെപ്ഷൻ ആർക്ക് ബാധകമല്ല? അതാണ് മെമ്പേഴ്സ് ക്യാൻ സെർവ് ആസ് എ ഡെലിഗേറ്റ് ടു അപ്പെക്സ് ഓർ സെൻട്രൽ സൊസൈറ്റി വിച്ച് ഡസ് നോട്ട് ഡിസ്ക്വാളിഫൈ ദ ഫ്രം കമ്മിറ്റി മെമ്പർഷിപ്പ്. ഓക്കെ, അതായത് അപ്പെക്സ് സൊസൈറ്റിയുടെ സെൻട്രൽ സൊസൈറ്റിയുടെ കാര്യത്തിൽ ഈ ഡിസ്ക്വാളിഫിക്കേഷൻ ബാധകമല്ല എന്നർത്ഥം. ഓക്കെ, പറഞ്ഞത് കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, മെമ്പേഴ്സ് ഓഫ് ക്രെഡിറ്റ് സൊസൈറ്റി കമ്മിറ്റി, അതായത് ഒരു ക്രെഡിറ്റ് സൊസൈറ്റിയുടെ മാനേജിംഗ് കമ്മിറ്റി മെമ്പേഴ്സിൽ കനോട്ട് സെർവ് മോർ ദാൻ 3 കോൺസിക്യൂട്ടീവ് ടേം, തുടർച്ചയായിട്ട് 3 തവണയിൽ കൂടുതൽ എന്ത് ചെയ്യാൻ കഴിയില്ല? ഒരു സംഘത്തിൻ്റെ മാനേജിംഗ് കമ്മിറ്റിയിൽ മെമ്പറാകാൻ കഴിയില്ല. പുതുതായിട്ട് വന്നൊരു ടേമാണ്. ഇതിനെതിരെ നിലവിൽ കുറച്ച് സംഘക്കാർ എന്ത് ചെയ്തു? അപ്പീൽ പോവുകയും അത് സുപ്രീം കോടതി വരെ എത്തുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മെമ്പേഴ്സ് ഓഫ് ക്രെഡിറ്റ് സൊസൈറ്റി, അതായത് ഒരു ക്രെഡിറ്റ് സൊസൈറ്റിയുടെ മാനേജിംഗ് കമ്മിറ്റി മെമ്പർക്ക് തുടർച്ചയായിട്ട് 3 ടേമിൽ കൂടുതൽ എന്ത് ചെയ്യാൻ കഴിയില്ല? മത്സരിക്കാൻ കഴിയില്ല. അതാണ് മെമ്പേഴ്സ് ഓഫ് എ ക്രെഡിറ്റ് സൊസൈറ്റി കമ്മിറ്റി കനോട്ട് സെർവ് ഫോർ മോർ ദാൻ 3 കോൺസിക്യൂട്ടീവ് ടേം വെദർ ഫുൾ ഓർ പാർഷ്യൽ. ഇപ്പോൾ മുഴുവൻ ടൈം ആണെങ്കിൽ ശരി, പാർഷ്യൽ ആണ് ശരി. ഇപ്പോൾ പാർഷ്യൽ എങ്ങനെ വരിക? ഒരു സംഘത്തിൻ്റെ മാനേജിംഗ് കമ്മിറ്റിയിലെ ഒരു മെമ്പർ എന്ത് ചെയ്തു? ഡിസ്ക്വാളിഫിക്കേഷനായി. അപ്പോൾ അവരുടെ കാലാവധി ബാക്കി 2 വർഷം മാത്രമേ ഉള്ളൂ വെച്ചാൽ നമ്മൾ എന്ത് പറഞ്ഞു? പകുതിയിൽ കുറവാണ് കാലാവധി വെച്ചാൽ നോമിനേറ്റ് ചെയ്യും പറഞ്ഞു അല്ലേ? അപ്പോൾ ഒരാളെ നോമിനേറ്റ് ചെയ്തു. അപ്പോൾ അയാളുടെ ആ മാനേജിംഗ് കമ്മിറ്റിയുടെ കാലാവധി എപ്പോൾ അവസാനിക്കും? എപ്പോഴാണോ സംഘത്തിൻ്റെ മാനേജിംഗ് കമ്മിറ്റിയുടെ കാലാവധി അവസാനിക്കുന്നത് അതോടുകൂടി ഈ പറഞ്ഞ നോമിനേറ്റഡ് മെമ്പറുടെ കാലാവധിയും അവസാനിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2020 ചുമതലയേറ്റ ഒരു സംഘത്തിൻ്റെ മാനേജിംഗ് കമ്മിറ്റിയിൽ 2023 എന്ത് ചെയ്തു? ഒരു വേക്കൻസി വന്നു. അപ്പോൾ 2023 വേക്കൻസി വന്നാൽ 3 കൊല്ലം കഴിഞ്ഞു. ഇനി ശേഷം 2 കൊല്ലമുള്ളൂ. കാലാവധി 2025 ആണല്ലോ, 20 മുതൽ 25 വരെയാണ്. അപ്പോൾ 23 വേക്കൻസി വരുന്നത്. ഇനി നിലവിൽ 2 വർഷം മാത്രമേ ഉള്ളൂ. അപ്പോൾ അവരെന്ത് ചെയ്യും? ഒരു മെമ്പറെ നോമിനേറ്റ് ചെയ്തു. അയാളുടെ കാലാവധി എപ്പോൾ അവസാനിക്കും? സംഘത്തിൻ്റെ മാനേജിംഗ് കമ്മിറ്റിയുടെ കാലാവധി 20 to 25 അപ്പോൾ 25 ഈ പറഞ്ഞ 23 നോമിനേറ്റ് ചെയ്ത മെമ്പറുടെയും കാലാവധി അവസാനിക്കും. ഓക്കെ, അയാൾക്ക് എത്ര വർഷം കിട്ടും? 2 വർഷം കിട്ടും. തുടർന്നുള്ള 2 കമ്മിറ്റിയിലും കൂടി അവസാനിച്ച് അയാൾ മാനേജിംഗ് കമ്മിറ്റി മെമ്പർ ആയാൽ അയാളുടെ 3 ടേം കഴിഞ്ഞതായിട്ട് കണക്കാക്കും. അപ്പോൾ അയാൾക്ക് മൊത്തം എത്ര വർഷം കിട്ടുള്ളൂ വെച്ചാൽ ആദ്യത്തെ കമ്മിറ്റിയിൽ 2 വർഷം, തുടർന്നുള്ള 2 കമ്മിറ്റിയിലും 5 5 10 വർഷം, മൊത്തം 12 വർഷം കിട്ടിയുള്ളൂ. അയാൾക്ക് എത്ര കിട്ടിയില്ല? 15 വർഷം കിട്ടിയില്ല. ഓക്കെ, സിമ്പിളായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. 3 ടേമേ മത്സരിക്കാൻ പറ്റൂ. അത് 15 വർഷം പൂർത്തിയായാലും ശരി, 15 വർഷം പൂർത്തിയായില്ലെങ്കിലും ശരി. ഓക്കെ, അതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ നോക്കൂ, മെമ്പേഴ്സ് ഓഫ് എ ക്രെഡിറ്റ് സൊസൈറ്റി കമ്മിറ്റി കനോട്ട് സെർവ് മോർ ദാൻ 3 കോൺസിക്യൂട്ടീവ് ടേം, തുടർച്ചയായിട്ട് 3 ടേമിൽ കൂടുതൽ മത്സരിക്കാൻ പറ്റില്ല. അത് ഫുൾ ആണെങ്കിൽ ശരി, പാർഷ്യൽ ആണെങ്കിൽ ശരി. ഇനി ക്രെഡിറ്റ് സൊസൈറ്റി ഇൻക്ലൂഡ് ബാങ്ക്, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി, അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്, ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി എക്സെട്ര ആസ് ഡിഫൈൻഡ് ഇൻ സെക്ഷൻ. അപ്പോൾ ഈ പറഞ്ഞ ക്രെഡിറ്റ് സൊസൈറ്റി പറഞ്ഞാൽ അതൊക്കെ പെടും. ഈ പറഞ്ഞ നമ്മുടെ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കുകളൊക്കെ പെടും, അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റികൾ പെടും, കോപ്പറേറ്റീവ് അർബൻ ബാങ്കുകൾ പെടും, ഹൗസിംഗ് സൊസൈറ്റികൾ പെടും. അതായത് നമ്മുടെ ക്രെഡിറ്റ് സൊസൈറ്റികൾ എന്നുള്ള അർത്ഥത്തിൽ കേട്ടോ. നെക്സ്റ്റ് നോക്കൂ, മെമ്പേഴ്സ് ഓഫ് ദ കമ്മിറ്റി ക്യാൻ സെർവ് on the committee of an apex or central society of the same type. However, they can hold the position of president or chairman in more than one society of the same type or in more than
2 സൊസൈറ്റീസ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്പ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, ഒരു സംഘത്തിൻ്റെ മാനേജിംഗ് കമ്മിറ്റി മെമ്പർ ഒരേപോലുള്ള ഒന്നിലധികം സംഘത്തിലോ രണ്ടിൽ കൂടുതൽ വ്യത്യസ്ത സംഘത്തിലോ എന്ത് ചെയ്യാൻ കഴിയില്ല, മാനേജിംഗ് കമ്മിറ്റി മെമ്പർ ആകാൻ പറ്റില്ല പറഞ്ഞു. പക്ഷേ ഈ നിയമം ആർക്ക് ബാധകമല്ല, അപ്പെക്സ് ഓർ സെൻട്രൽ സൊസൈറ്റിക്ക് ബാധകമല്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടാണ്. പക്ഷേ ഒരു പ്രൈമറി സൊസൈറ്റിയിലെ മാനേജിംഗ് കമ്മിറ്റി മെമ്പർക്ക് എവിടെ മെമ്പർ ആവാം, എവിടുത്തെ മാനേജിംഗ് കമ്മിറ്റിയിൽ മെമ്പർ ആവാം, അപ്പെക്സ് സൊസൈറ്റിയുടെ മാനേജിംഗ് കമ്മിറ്റിയിൽ മെമ്പർ ആവാം. പക്ഷേ അയാൾക്ക് രണ്ട് സ്ഥലത്തും എന്ത് ചെയ്യാൻ കഴിയില്ല, പ്രസിഡന്റ് ആകാൻ കഴിയില്ല. അതാണ് ഈ പറഞ്ഞതിൻ്റെ മീനിങ് കേട്ടോ. 28(3) മെമ്പർ ഓഫ് കമ്മിറ്റി ക്യാൻ സെർവ് ഓൺ ദ കമ്മിറ്റി ഓഫ് ആൻ അപ്പെക്സ് ഓർ സെൻട്രൽ സൊസൈറ്റി ഓഫ് ദ സെയിം ടൈപ്പ്. സെയിം ടൈപ്പിൽ അപ്പെക്സ് സൊസൈറ്റിയിലും സെൻട്രൽ സൊസൈറ്റിയിലും എന്ത് ചെയ്യാം, അല്ലെങ്കിൽ പ്രൈമറി സൊസൈറ്റിയിലും മെമ്പർ ആവാം. ഹൗവർ എന്നിരുന്നാലും ദേ കനോട്ട് ഹോൾഡ് ദ പൊസിഷൻ ഓഫ് പ്രസിഡന്റ് ഓർ ചെയർമാൻ. അവർക്ക് എന്താകാൻ കഴിയില്ല, പ്രസിഡന്റോ ചെയർമാനോ ഇൻ മോർ ദാൻ വൺ സൊസൈറ്റി ഓഫ് ദ സെയിം ടൈം, ഒരേപോലുള്ള സംഘത്തിലെ പ്രസിഡന്റോ ചെയർമാനോ ആകാൻ കഴിയില്ല. ഓർ ഇൻ മോർ ദാൻ 2 സൊസൈറ്റീസ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്പ്, വ്യത്യസ്ത സംഘമാണെങ്കിൽ രണ്ടിൽ കൂടുതൽ സംഘത്തിൽ എന്ത് ചെയ്യാൻ കഴിയില്ല, പ്രസിഡന്റോ ചെയർമാനോ ആകാൻ കഴിയുകയില്ല. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ്, ഒരു പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മെമ്പർക്ക് അപ്പെക്സ് സൊസൈറ്റിയിലും അതേപോലുള്ള സെയിം ടൈപ്പായ അപ്പെക്സ് സൊസൈറ്റിയിലും മെമ്പർ ആവാം. പക്ഷേ രണ്ട് സ്ഥലത്തും എന്ത് ചെയ്യാൻ കഴിയില്ല, പ്രസിഡന്റ് ആകാൻ കഴിയില്ല. ഒരു പ്രൈമറി വ്യത്യസ്ത തരത്തിലുള്ള രണ്ട് സംഘങ്ങളിൽ എന്ത് ചെയ്യാം, മാനേജിംഗ് കമ്മിറ്റി മെമ്പറാണ്. പക്ഷേ രണ്ടിൽ കൂടുതൽ സംഘങ്ങളിൽ എന്ത് ചെയ്യാൻ കഴിയില്ല, പ്രസിഡന്റോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കീ പൊസിഷനിലോ ഇരിക്കാൻ കഴിയില്ല, പ്രസിഡന്റ് ചെയർമാൻ പോലുള്ള പൊസിഷനിൽ ഇരിക്കാൻ കഴിയുകയില്ല. അതാണ് സെക്ഷൻ 28(3) പറഞ്ഞത്. ഇനി സെക്ഷൻ 28(4) ഓണറേറിയത്തെ കുറിച്ചാണ് പറയുന്നത്. നോക്കൂ, കമ്മിറ്റി മെമ്പേഴ്സ് മേ റിസീവ് ആൻ ഓണറേറിയം അറ്റ് റേറ്റ് പ്രിസ്ക്രൈബ്ഡ് ബൈ ദ ഗവൺമെന്റ്. കമ്മിറ്റി മെമ്പേഴ്സിന് ഓണറേറിയത്തിന് അർഹതയുണ്ട്. ഓക്കെ, പക്ഷേ ഇപ്പോൾ ആർക്ക് മാത്രമേ കിട്ടൂ, പ്രസിഡന്റിന് മാത്രമേ അതിന് അർഹതയുള്ളൂ കേട്ടോ. നിലവിൽ നമ്മുടെ സെക്ഷൻ 28(4) പ്രകാരം കമ്മിറ്റി മെമ്പേഴ്സ് മേ റിസീവ് എന്നാണ് പറയുന്നത്. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മാനേജിംഗ് കമ്മിറ്റി മെമ്പേഴ്സിന് ഓണറേറിയത്തിന് അർഹതയുണ്ട്. ഓണറേറിയം പറഞ്ഞാൽ എന്താണ്, അവരുടെ സർവീസ് കൊടുക്കുന്നതിന് കിട്ടുന്ന വേതനമാണ്. അതിനെ നമ്മൾ ശമ്പളമായിട്ട് കണക്കാക്കാൻ പാടില്ല. ഇനി നമ്മൾ പറയുന്ന പേരാണെന്ത്, ഓണറേറിയം. നിലവിൽ ഒരു സംഘത്തിലെ പ്രസിഡന്റിന് മാത്രമാണ് ഇതിൻ്റെ അർഹത, ഓണറേറിയത്തിന് അർഹത. പക്ഷേ നമ്മുടെ സെക്ഷൻ 28(4) കമ്മിറ്റി മെമ്പേഴ്സിന് ഓണറേറിയം കിട്ടുമെന്നാണ് പറയുന്നത്. ഇനി സെക്ഷൻ 28(5) നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു, അത് സബ്സെക്ഷൻ പഠിക്കണം കേട്ടോ. സെക്ഷൻ 28(5)ൻ്റെ കാര്യം നിങ്ങൾ സബ്സെക്ഷൻ ആയിട്ട് തന്നെ പഠിക്കണം. കോറം ഫോർ ദ മീറ്റിംഗ് ആണ്. കോറം ഫോർ ദ മീറ്റിംഗ് എന്താണ്, സംഘത്തിൻ്റെ മാനേജിംഗ് കമ്മിറ്റിയുടെ കോറം എന്ന് പറയുന്നത് ജസ്റ്റ് അബവ് 50% ആണ്. അപ്പോൾ ദ കോറം ഫോർ എ മീറ്റിംഗ് ഓഫ് എ കമ്മിറ്റി ഈസ് ജസ്റ്റ് അബവ് 50% ഓഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഓഫ് ദ കമ്മിറ്റി. ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സിന്റെ 50% അതിനാണ് ജസ്റ്റ് അബവ് 50% ആണ്. ദ കോറം ഫോർ ദ മീറ്റിംഗ് ഓഫ് ദ കമ്മിറ്റി ഈസ് ജസ്റ്റ് അബവ് 50% ഓഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഓഫ് ദ കമ്മിറ്റി. കമ്മിറ്റി മെമ്പേഴ്സിന്റെ ജസ്റ്റ് അബവ് 50% ആണ് ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഓഫ് ദ ടോട്ടൽ നമ്പറിന്റെ ജസ്റ്റ് അബവ് 50% ആണ് സംഘത്തിന്റെ മാനേജിംഗ് കമ്മിറ്റിയുടെ കോറം എന്ന് പറയുന്നത്. അപ്പോൾ എന്താ, വാട്ട് ഈസ് മീൻഡ് ബൈ കോറം? മിനിമം നമ്പർ ഓഫ് പേഴ്സൺ റിക്വയർഡ് ഫോർ എ മീറ്റിംഗ്. ഒരു മീറ്റിങ്ങിന് ആവശ്യമായ മിനിമം നമ്പർ ഓഫ് പേഴ്സണെയാണ് കോറം എന്ന് പറയുന്നത്. ഒരു സംഘത്തിൻ്റെ മാനേജിംഗ് കമ്മിറ്റി ആണെങ്കിൽ അതിൻ്റെ കോറം എന്ന് പറയുന്നത് എത്രയാണ്, ജസ്റ്റ് അബവ് 50% ആണ്. അതായത് ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സിൻ്റെ പകുതിയിൽ ഒന്ന് കൂടുതൽ, അതാണ് ജസ്റ്റ് അബവ് 50% വരുന്നത്. 50 പറഞ്ഞാൽ പകുതി, എബവ് പറയുമ്പോൾ എന്ത് ചെയ്യണം, പകുതിയിൽ ഒന്ന് കൂടുതൽ. അപ്പോൾ 15 മെമ്പേഴ്സ് ആണെങ്കിൽ 8 ആണെന്ത് വരിക, കോറമായിട്ട് വരിക. ഓക്കെ, അപ്പോൾ സെക്ഷൻ 28(5) കോറം ഫോർ ദ മാനേജിംഗ് കമ്മിറ്റിയാണ് പറയുന്നത്. കോറം ഫോർ ദ മാനേജിംഗ് കമ്മിറ്റി എത്രയാണ്, ജസ്റ്റ് അബവ് 50% ആണ്. ഇനി എന്തിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഈ ജനറൽ ബോർഡർ കോറം ഉണ്ട് അല്ലേ. ജനറൽ ബോർഡർ കോറം എത്രയാണ്, അത് 1/5 ആണ്. 1/5 ഓർ സ്പെസിഫൈഡ് ഇൻ ദ ബൈലോ വിച്ച് എവർ ഈസ് ലെസ് ആണ്. ഇത് എന്തിന്റെ കോറമാണ്, ജനറൽ ബോർഡറിന്റെ കോറമാണ്. 1/5 ആണ് കേട്ടോ, 1/5 ആണ്. ഓക്കെ, 1/5 ഓഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് ആണ് എന്ത്, ജനറൽ ബോർഡർ കോറം. അപ്പോൾ അതുകൊണ്ട് മാറിപ്പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്തിനെ കുറിച്ചാണ് നോക്കൂ. പിന്നെ ഇനി പറഞ്ഞിരിക്കുന്നത് എന്തിനെ കുറിച്ചാണ് വെച്ച് കഴിഞ്ഞാൽ, നെക്സ്റ്റ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത് എന്തിനെ കുറിച്ചാണ് നോക്കൂ. ദ പ്രസിഡന്റ് ഓഫ് ആനന്ദ് പാറ്റേൺ കോപ്പറേറ്റീവ് സൊസൈറ്റി കനോട്ട് സെർവ് ഓൺ ദ കമ്മിറ്റി ഓഫ് റീജിയണൽ കോപ്പറേറ്റീവ് RCMPU, അതായത് റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ഫോർ മോർ ദാൻ 3 terms or 15 years whichever is higher. അപ്പോൾ ആനന്ദ് പാറ്റേൺ ആപ്കോസിൻ്റെയും RCMPUവിൻ്റെയും കാര്യമാണ് സെക്ഷൻ 28(6) പറയുന്നത്. പ്രസിഡന്റ് ഓഫ് ആനന്ദ് പാറ്റേൺ കോപ്പറേറ്റീവ് സൊസൈറ്റി, അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, RCMPUവിൻ്റെ മാനേജിംഗ് കമ്മിറ്റിയിലെ ഇലക്ഷനിൽ മത്സരിക്കാനും RCMPUവിൻ്റെ ജനറൽ ബോഡിയിൽ പങ്കെടുക്കാനും ആർക്ക് മാത്രമേ കഴിയൂ എന്ന് ചോദിച്ചാൽ ആപ്കോസിൻ്റെ, നമ്മുടെ ആനന്ദ് പാറ്റേൺ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രസിഡന്റിന് മാത്രമേ കഴിയുകയുള്ളൂ. ഓക്കെ, ആ കാര്യം ആദ്യം മനസ്സിലാക്കാം. അപ്പോൾ ആർക്ക് മാത്രമാണ് RCMPUവിൻ്റെ മാനേജിംഗ് കമ്മിറ്റിയിലും ജനറൽ ബോഡിയിലും പങ്കെടുക്കാൻ കഴിയുക എന്ന് ചോദിച്ചാൽ ആർക്ക് മാത്രമാണ്,
ആപ്കോസിന്റെ പ്രസിഡന്റിന് മാത്രമേ പറ്റുകയുള്ളൂ. അപ്പോൾ ദ പ്രസിഡന്റ് ഓഫ് ആൻ ആനന്ദ് പാറ്റേൺ കോപ്പറേറ്റീവ് സൊസൈറ്റി കനോട്ട് സെർവ് ഓൺ ദ കമ്മിറ്റി ഓഫ് RCMPU ഫോർ മോർ ദാൻ 3 terms or 15 years. നേരത്തെ പറഞ്ഞ തന്നെ ഒരാൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, 3 ടേമിൽ കൂടുതൽ RCMPUവിന്റെ കമ്മിറ്റിയിൽ ആപ്കോസിന്റെ പ്രസിഡന്റിന് തുടരാൻ കഴിയില്ല. ഓക്കെ, പരമാവധി എത്ര വർഷം? അവിടെ 15 വർഷം എന്നുള്ള 3 ടേം അല്ലെങ്കിൽ 15 വർഷം എന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വിച്ച് എവർ ഈസ് ഹയർ, ഏതാണോ കൂടുതൽ അത് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, മറ്റവിടെ നമ്മുടെ 3 കോൺസിക്യൂട്ടീവ് ടേം വെദർ ഫുൾ ഓർ പാർഷ്യൽ എന്നാണ് നമ്മുടെ മാനേജിംഗ് കമ്മിറ്റിയുടെ സംഘം, അതായത് നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മാനേജിംഗ് കമ്മിറ്റിയുടെ കാര്യത്തിൽ പറഞ്ഞത് 3 കോൺസിക്യൂട്ടീവ് ടേം ഫുൾ ഓർ പാർഷ്യൽ എന്നാണ് പറഞ്ഞത്. അത് പാർഷ്യൽ ആയാലും ശരി ഫുൾ ആയാലും ശരി 3 ടേമേ പറ്റൂ. ഇവിടെ അങ്ങനെയല്ല, 3 ടേം അല്ലെങ്കിൽ 15 വർഷം ഏതാണോ കൂടുതൽ അതാണ് എന്ത് ചെയ്യാൻ പറ്റുക, ആപ്കോസിന്റെ പ്രസിഡന്റിന് RCMPUവിന്റെ മാനേജിംഗ് കമ്മിറ്റിയിൽ തുടരാനുള്ള യോഗ്യത. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദ പ്രസിഡന്റ് ഓഫ് ആനന്ദ് പാറ്റേൺ മിൽക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റി കനോട്ട് സെർവ് ഓൺ ദ കമ്മിറ്റി ഓഫ് റീജിയണൽ മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ഫോർ മോർ ദാൻ 3 terms or 15 years whichever is higher ആണ്. എത്രയാണ്? whichever is higher ആണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ. ദ പ്രസിഡന്റ് ഓഫ് ആനന്ദ് പാറ്റേൺ മിൽക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റി ക്യാൻ കണ്ടസ്റ്റ് RCMPU election. ദ പ്രസിഡന്റ് ഓഫ് ആനന്ദ് പാറ്റേൺ മിൽക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റി ആപ്കോസിന്റെ പ്രസിഡന്റ് എന്ത് ചെയ്യണം, RCMPUവിന്റെ ഇലക്ഷനിൽ മത്സരിക്കണമെങ്കിൽ ചില യോഗ്യതകൾ പാസ്സാകണം. ഓക്കെ, ചില എലിജിബിലിറ്റികൾ വേണം. ഓക്കെ, എന്താ പറയുന്നത്? ദ പ്രസിഡന്റ് ഓഫ് ആൻ ആപ്കോസ് ആനന്ദ് പാറ്റേൺ കോപ്പറേറ്റീവ് സൊസൈറ്റി കനോട്ട് സെർവ് ഓൺ ദ കമ്മിറ്റി ഓഫ് RCMPU നമ്മൾ പറഞ്ഞു 3 ടേംസിൽ കൂടുതൽ പറ്റില്ല എന്ന് പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് നോക്കൂ. ദ പ്രസിഡന്റ് ഓഫ് ആനന്ദ് പാറ്റേൺ കോപ്പറേറ്റീവ് സൊസൈറ്റി ക്യാൻ കണ്ടസ്റ്റ് RCMPU election only if, അതായത് ആപ്കോസിന്റെ പ്രസിഡന്റിനെ RCMPUയുടെ ഇലക്ഷനിൽ മത്സരിക്കണമെങ്കിൽ ചില എലിജിബിലിറ്റി ക്രൈറ്റീരിയ വേണം. എന്തൊക്കെയാണ് ആ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദ സൊസൈറ്റി ഹാസ് ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ A or B. സംഘത്തിന്റെ ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ എന്തായിരിക്കണം? ഒന്നുകിൽ Aയോ അല്ലെങ്കിൽ Bയോ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഒരു ആപ്കോസിന്റെ പ്രസിഡന്റിനെ നമ്മുടെ ആനന്ദ് പാറ്റേൺ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രസിഡന്റിന് RCMPUവിന്റെ റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയന്റെ ഇലക്ഷനിൽ മത്സരിക്കണമെങ്കിൽ ആപ്കോസിന്റെ ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ എന്തായിരിക്കണം? A അല്ലെങ്കിൽ B ആയിരിക്കണം. കൂടാതെ മറ്റൊരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ കൂടിയുണ്ട്. ദ സൊസൈറ്റി സപ്ലൈസ് ദ മിനിമം ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് സെറ്റ് ബൈ RCMPU കമ്മിറ്റി. സംഘത്തിന്റെ അതായത് RCMPUവിന്റെ മാനേജിംഗ് കമ്മിറ്റി നിശ്ചയിക്കുന്ന മിനിമം നിരക്കിൽ എന്ത് ചെയ്യണം? പാല് RCMPUവിലേക്ക് കൊടുത്തിരിക്കണം. ഓക്കെ, അപ്പോൾ ആപ്കോസിന്റെ പ്രസിഡന്റിന് RCMPUവിന്റെ ഇലക്ഷനിൽ മത്സരിക്കാൻ 2 ക്രൈറ്റീരിയ പാസ്സാകണം. ഒന്ന്, സംഘത്തിന്റെ ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ A അല്ലെങ്കിൽ B ആയിരിക്കണം. 2, സൊസൈറ്റി സപ്ലൈസ് ദ മിനിമം ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് സെറ്റ് ബൈ RCMPU കമ്മിറ്റി. RCMPUവിന്റെ റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയന്റെ കമ്മിറ്റി സെറ്റ് ചെയ്തിട്ടുള്ള മിനിമം ക്വാണ്ടിറ്റി മിൽക്ക് ആര് കൊടുക്കണം? RCMPU കൊടുത്തിരിക്കണം. RCMPUവിലേക്ക് ആപ്കോസ്, RCMPUവിലേക്ക് ആര് കൊടുത്തിരിക്കണം? ആപ്കോസ് കൊടുത്തിരിക്കണം. ഈ 2 ക്രൈറ്റീരിയയും പാസ്സായാൽ മാത്രമേ ആപ്കോസിന്റെ പ്രസിഡന്റിന് RCMPUവിന്റെ ഇലക്ഷനിൽ മത്സരിക്കാൻ പറ്റുകയുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ. Only the president of Anand Pattern Cooperative Society can act as a delegate to attend general body meeting. അതായത് ആർക്ക് മാത്രമാണ് ആനന്ദ് പാറ്റേൺ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ജനറൽ ബോഡിയിൽ ഡെലിഗേറ്റ് ആകാൻ പറ്റൂ? ആപ്കോസിന്റെ പ്രസിഡന്റിന് മാത്രമേ പറ്റുള്ളൂ. അതാണ് ഓൺലി ദ പ്രസിഡന്റ് ഓഫ് ആനന്ദ് പാറ്റേൺ കോപ്പറേറ്റീവ് സൊസൈറ്റി ക്യാൻ ആക്ട് ആസ് എ ഡെലിഗേറ്റ് ടു അറ്റൻഡ് ജനറൽ ബോഡി മീറ്റിംഗ് ആൻഡ് കണ്ടസ്റ്റ് ഇലക്ഷൻ ഇൻ RCMPU മാനേജിംഗ് കമ്മിറ്റി. RCMPUവിന്റെ മാനേജിംഗ് കമ്മിറ്റിയിലേക്കും RCMPUവിന്റെ ജനറൽ ബോഡിയിലും പങ്കെടുക്കാൻ യോഗ്യതയുള്ള ആപ്കോസിൽ നിന്നുള്ള പ്രതിനിധി ആരാണ് ചോദിച്ചാൽ ആരാണ്? അത് സംഘത്തിന്റെ പ്രസിഡന്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സെക്ഷൻ 28 കാര്യങ്ങൾ മുഴുവൻ പഠിച്ചു കഴിഞ്ഞു. ഇനി അതിൻ്റെ കുറച്ച് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ നിന്ന് പ്രീവിയസ് ആയിട്ട് വന്നിട്ടുള്ളതും ഇനി വരാൻ സാധ്യതയുള്ളതുമായ കുറച്ച് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആൻസർ വളരെ ഈസി ആയിട്ട് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. സെക്ഷൻ 28 ഓഫ് ദ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഡീൽസ് വിത്ത്. സെക്ഷൻ 28 എന്തിനെ കുറിച്ചാണ് പറയുന്നത്? അപ്പോയിൻമെന്റ് ഓഫ് കമ്മിറ്റി. എന്തിനെ കുറിച്ചാണ്? അപ്പോയിൻമെന്റ് ഓഫ് കമ്മിറ്റിയെ കുറിച്ചാണ് അല്ലേ? സെക്ഷൻ 28 ഓഫ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഡീൽസ് വിത്ത് എന്തിനെ കുറിച്ചാണ് ചോദിച്ചാൽ എന്താണ്? അപ്പോയിൻമെന്റ് ഓഫ് കമ്മിറ്റിയെ കുറിച്ചാണ്. ഇനി അക്കോർഡിംഗ് ടു സെക്ഷൻ 28 ദ ജനറൽ ബോഡി ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൽ കോൺസ്റ്റിറ്റ്യൂട്ട് എ കമ്മിറ്റി ഫോർ എ പീരീഡ് ഓഫ്. സംഘത്തിന്റെ ജനറൽ ബോഡി എത്ര കാലാവധിക്കാണ് ഒരു സംഘത്തിന്റെ മാനേജിംഗ് കമ്മിറ്റിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? എത്ര കാലാവധിക്കാണ്? അത് ഫോർ 5 years. നമ്മൾ പഠിച്ചതാണ്. എത്ര വർഷത്തേക്കാണ്? 5 വർഷത്തേക്കാണ്. കറക്റ്റ് ആൻസർ അതാണ്, C ആണ് അല്ലേ? ഇനി ദ ഗവൺമെന്റ് ഓർ രജിസ്ട്രാർ മേ നോമിനേറ്റ് ആൾ ഓർ എനി ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദ കമ്മിറ്റി. ഫസ്റ്റ് കമ്മിറ്റി ഇൻക്ലൂഡിംഗ് ദ പ്രസിഡന്റ് ഓർ ചെയർമാൻ ഫോർ എ പീരീഡ് ഓഫ് നോട്ട് എക്സീഡിങ്. നമ്മൾ ആദ്യം പറഞ്ഞു ഒരു സംഘത്തിന്റെ ബൈലോയിൽ പ്രൊവിഷൻ ഉണ്ടെങ്കിൽ
രജിസ്ട്രാർക്കോ ഗവൺമെൻറ്റിനോ ഫസ്റ്റ് കമ്മിറ്റി എന്ത് ചെയ്യാം, നോമിനേറ്റ് ചെയ്യാം. പരമാവധി എത്ര മാസ കാലയളവിക്ക്? 12 മാസത്തേക്ക് അല്ലെ, 12 months നമ്മൾ പഠിച്ചതാണ്. ഇത് നോക്കൂ, ഫോർ ദ പർപ്പസ് ഓഫ് കാൽക്കുലേറ്റിംഗ് ദ ടേം ഓഫ് ദ കമ്മിറ്റി, സംഘത്തിൻ്റെ ടേം കണക്കാക്കുമ്പോൾ, ഫോർ ദ പർപ്പസ് ഓഫ് കാൽക്കുലേറ്റിംഗ് ദ ടേം ഓഫ് ദ കമ്മിറ്റി, ഒരു സംഘത്തിൻ്റെ മാനേജിംഗ് കമ്മിറ്റിയുടെ ടേം കണക്കാക്കുമ്പോൾ 5 വർഷം എന്നുള്ളത് ഏത് തീയതി മുതലാണ് കണക്കാക്കുക എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. അതാണ് ഫോർ ദ പർപ്പസ് ഓഫ് കാൽക്കുലേറ്റിംഗ് ദ ടേം ഓഫ് ദ കമ്മിറ്റി 5 years ഫ്രം ദ ഡേറ്റ് ഓഫ് ഡാഷ് വിൽ ബി ടേക്കൺ ആസ് ദ ടേം ഓഫ് ദ കമ്മിറ്റി. ഏത് ഡേറ്റ് മുതലാണ്? എലക്ഷൻ ഡേറ്റ് മുതൽ 5 വർഷമാണ് അല്ലേ. ഏത് ഡേറ്റ് മുതലാണ്? എലക്ഷൻ തീയതി മുതൽ 5 വർഷമാണ് കണക്കാക്കുക. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ. ആസ് പെർ സെക്ഷൻ 28 1A, മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ഓഫ് ദ കമ്മിറ്റി ഷാൽ നോട്ട് എക്സീഡ് ഡാഷ് ഇൻ ദ കേസ് ഓഫ് പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പോൾ സെക്ഷൻ 28 1A പ്രകാരം ഒരു സംഘത്തിൻ്റെ, ഒരു പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മാനേജിംഗ് കമ്മിറ്റിയിലെ പരമാവധി മെമ്പേഴ്സിൻ്റെ എണ്ണം എത്ര എന്നാണ് ചോദ്യം. കറക്റ്റ് ആൻസർ ഏതാണ്? അത് നമ്മൾ പറഞ്ഞു, മിനിമം 7 മാക്സിമം 15 ആണ് അല്ലേ. അപ്പോൾ ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ആസ് പെർ സെക്ഷൻ 28 1A, ദ മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻ ദ കമ്മിറ്റി ഷാൽ നോട്ട് എക്സീഡ് ഡാഷ് ഇൻ ദ കേസ് ഓഫ് അപ്പെക്സ് സെൻട്രൽ ആൻഡ് ഫെഡറൽ സൊസൈറ്റി. അപ്പോൾ ഒരു അപ്പെക്സ് സൊസൈറ്റിയോ ഫെഡറൽ സൊസൈറ്റിയോ സെൻട്രൽ സൊസൈറ്റി ആണെങ്കിൽ സംഘത്തിൻ്റെ മാനേജിംഗ് കമ്മിറ്റിയിൽ പരമാവധി എത്ര ആൾക്കാർ വരെ ആവാം? 21 പേര് വരെ ആവാം അല്ലേ. നെക്സ്റ്റ് നോക്കൂ. ഇൻ ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി, ഒരു ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കാര്യത്തിൽ the number of members in the individual society and committee shall not exceed, ഒരു ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കാര്യത്തിൽ സംഘത്തിൻ്റെ മാനേജിംഗ് കമ്മിറ്റിയിലും സംഘത്തിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സിലും ഇൻഡിവിജ്വൽ മെമ്പർഷിപ്പ് പരമാവധി എത്ര വരെ പാടൂ? 25%. അത് നമ്മൾ പറഞ്ഞതാണ്. ഇൻ എ ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ദ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻ ദ സൊസൈറ്റി ആൻഡ് ദ കമ്മിറ്റി ഷാൽ നോട്ട് എക്സീഡ് 25% ഓഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻ ദ സൊസൈറ്റി ഓർ ഇൻ ദ കമ്മിറ്റി. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. നെക്സ്റ്റ് നോക്കൂ. Dash seat in the committee of a primary credit society or urban cooperative bank shall be reserved for members having deposit of 25,000 rupees and above. 25,000 രൂപയിൽ കൂടുതൽ ഡെപ്പോസിറ്റുള്ള എത്ര മെമ്പർക്കാണ് സീറ്റ് റിസർവ് ചെയ്തിരിക്കുന്നത്? അതാണ് ഡാഷ് സീറ്റ് ഓഫ് ദ കമ്മിറ്റി ഓഫ് എ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി ഓർ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ഷാൽ ബി റിസർവ്ഡ് ഫോർ മെമ്പേഴ്സ് ഹാവിംഗ് ഡെപ്പോസിറ്റ് ഓഫ് 25,000 rupees ആൻഡ് above. 25,000 രൂപയിൽ കൂടുതൽ നിക്ഷേപമുള്ള എത്ര മെമ്പർക്കാണ് സീറ്റ് റിസർവ് ചെയ്തിരിക്കുന്നത്? എത്രയാണ്? 1 സീറ്റാണ് റിസർവ് ചെയ്തിരിക്കുന്നത്. എത്ര സീറ്റാണ്? 1 സീറ്റാണ് റിസർവ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് നോക്കൂ. ഹൗ മെനി സീറ്റ് ഇൻ ദ കമ്മിറ്റി മസ്റ്റ് ബി റിസർവ്ഡ് ഫോർ മെമ്പേഴ്സ് ബിലോ 40 years ഓഫ് ഏജ്. 40 വയസ്സിൽ താഴെയുള്ള ആൾക്കാർക്ക് സംഘത്തിൻ്റെ മാനേജിംഗ് കമ്മിറ്റിയിൽ നിലവിൽ എത്ര സീറ്റാണ് റിസർവ് ചെയ്തിരിക്കുന്നത്? എത്ര സീറ്റാണ്? 2 സീറ്റാണ് റിസർവ് ചെയ്തിരിക്കുന്നത്. അത് ഒരെണ്ണം ആർക്കാണ്? നോൺ റിസർവ്ഡ് കാറ്റഗറിക്കും, ഒരെണ്ണം വുമൺ മെമ്പേഴ്സിനാണെന്ന് പഠിച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതാണ്. ഹൗ ആർ ദ 2 റിസർവ്ഡ് സീറ്റ് ഫോർ മെമ്പേഴ്സ് ബിലോ 40 years ഓഫ് ഏജ് കാറ്റഗറി? അപ്പോൾ ഹൗ ആർ ദ 2 റിസർവ്ഡ് സീറ്റ് ഫോർ മെമ്പേഴ്സ് ബിലോ 40 years ഓഫ് ഏജ് കാറ്റഗറൈസ്? 40 വയസ്സ് താഴെയുള്ള ആൾക്കാർക്ക് 2 സീറ്റ് ആർക്കൊക്കെയാണ്? 1 സീറ്റ് ഈസ് ഫ്രം ദ നോൺ റിസർവ്ഡ് കാറ്റഗറി. 1 സീറ്റ് എവിടേക്കാണ്? നോൺ റിസർവ്ഡ് കാറ്റഗറിക്കും. ആൻഡ് 1 ഈസ് റിസർവ്ഡ് ഫോർ വുമൺ ആസ് പെർ സെക്ഷൻ 28 A1. സെക്ഷൻ 28 A1 പ്രകാരമുള്ള വനിതാ മെമ്പർക്കാണ് 1 സീറ്റ്. അപ്പോൾ 40 വയസ്സിലുള്ള ഒരാൾ വനിതയും ഒരാൾ നോൺ റിസർവ്ഡ് കാറ്റഗറിയിൽ നിന്നുള്ള ആളുമാണ്. നെക്സ്റ്റ് നോക്കൂ. ദ മാനേജിംഗ് കമ്മിറ്റി ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൽ ബി കോമ്പിറ്റന്റ് ടു ഡാഷ് 2 person or representatives with expertise in banking, management, finance or other relevant field as a member of the board. എന്താ ചെയ്യുക? 2 ആൾക്കാരെ നമ്മൾ, അതായത് ബാങ്കിങ്ങിലോ അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് കാറ്റഗറിയിലുള്ള 2 ആൾക്കാർ എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞത്? എലക്ട്, അപ്പോയിന്റ്, കോപ്റ്റ്, നോമിനേറ്റ്. അതാണ് കോപ്റ്റ് ആണ് കറക്റ്റ് ആൻസർ അല്ലേ. അതാണ് കോപ്റ്റ് ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് നോക്കൂ. ദ നമ്പർ ഓഫ് കോപ്റ്റഡ് മെമ്പേഴ്സ് ഷാൽ നോട്ട് എക്സീഡ് ഡാഷ് ഇൻ അഡീഷൻ ടു ദ മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻ ദ ബോർഡ് ഓഫ് മാനേജ്മെന്റ്. അപ്പോൾ ദ നമ്പർ ഓഫ് കോപ്റ്റഡ് മെമ്പേഴ്സ് ഷാൽ നോട്ട് എക്സീഡ് എത്രയിൽ കൂടാൻ പാടില്ല? 2 in addition to the maximum number of members in the board of management. ബോർഡ് ഓഫ് മാനേജ്മെന്റിലെ പരമാവധി മെമ്പർമാരെ കൂടാതെ 2 അഡീഷണൽ ആയിട്ട് എന്ത് ചെയ്യാം? കോപ്റ്റഡ് മെമ്പേഴ്സിനെയും കൂടി വെക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതിയിലാണ് സംഘത്തിൻ്റെ മാനേജിംഗ് കമ്മിറ്റിയുടെ അപ്പോയിൻമെൻറ്റിനെ കുറിച്ച് നമ്മുടെ ആക്ട് ആൻഡ് റൂളിലുള്ള കാര്യം വിശദീകരിച്ച് പഠിച്ചത്. കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ഭാഗമാണ് കേട്ടോ. നമ്മുടെ ആക്ട് ആൻഡ് റൂളിൽ സെക്ഷനിൽ കുറച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു സെക്ഷനാണെന്നു സെക്ഷൻ 28. അതിനെ ഏറ്റവും സിംപ്ലിഫൈ ചെയ്താണ് നമ്മൾ പഠിച്ചത്. കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇനി നോക്കൂ. കോപ്റ്റഡ് മെമ്പേഴ്സ് ഡാഷ് the right to vote in any election of the cooperative society in their capacity as such member.
അപ്പോൾ ഒരു കോപ്റ്റഡ് മെമ്പർക്ക് വോട്ടിംഗ് പവർ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. കോപ്റ്റഡ് മെമ്പേഴ്സ് ഡാഷ് ദ റൈറ്റ് ടു വോട്ട് ഇൻ എനി ഇലക്ഷൻ ഓഫ് ദ കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ ദെയർ കപ്പാസിറ്റി ആസ് സച്ച് മെമ്പർ. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ കോപ്റ്റഡ് മെമ്പർക്ക് ആ മെമ്പറാണ് എന്നുള്ള കപ്പാസിറ്റിയിൽ വോട്ട് ചെയ്യാൻ കഴിയുമോ എന്നാണ് ചോദിക്കുന്നത്. കഴിയുമോ? ഇല്ല. ദേ ഷാൽ നോട്ട് ഹാവ് ദ വോട്ടിംഗ് റൈറ്റ് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ബി ആണ് കറക്റ്റ് ആൻസർ. ഷാൽ നോട്ട് ഹാവ് ദ വോട്ടിംഗ് റൈറ്റ്. അവർക്ക് എന്തില്ല? വോട്ടിംഗ് റൈറ്റ് ഇല്ല. ഇനി നോക്കൂ, വാട്ട് ഹാപ്പൻസ് ഇഫ് കമ്മിറ്റി ഫെയിൽസ് ടു കോപ്റ്റ് മെമ്പേഴ്സ് വിത്തിൻ 6 months? 6 മാസത്തിനുള്ളിൽ സംഘത്തിന്റെ മാനേജിംഗ് കമ്മിറ്റി 2 മെമ്പറെ കോപ്റ്റ് ചെയ്തില്ലെങ്കിൽ അവിടെ ആര് കോപ്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ പഠിച്ചത്? ദ ഗവൺമെന്റ് ഓർ രജിസ്ട്രാർ ഷാൽ നോമിനേറ്റ് ദ മെമ്പേഴ്സ്. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാണ്? ദ ഗവൺമെന്റ് ഓർ രജിസ്ട്രാർ ഷാൽ നോമിനേറ്റ് ദ മെമ്പേഴ്സ് എന്നാണ് പറയേണ്ടത് അല്ലേ. നെക്സ്റ്റ് നോക്കൂ, വാട്ട് ഈസ് ദ ടൈം ഫ്രെയിം within which a committee must co-opt members to avoid nomination by the government or registrar? എത്ര സമയത്തിനുള്ളിലാണ് കമ്മിറ്റി 2 മെമ്പേഴ്സിനെ കോപ്റ്റ് ചെയ്യേണ്ടത്? എന്ത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്? അല്ലെങ്കിൽ അവരെ ഗവൺമെന്റ് കോപ്റ്റ് ചെയ്യും. ഓക്കെ, നോട്ടീസ് കൊടുത്തിട്ട് ആര് കോപ്റ്റ് ചെയ്യും? ഗവൺമെന്റ് കോപ്റ്റ് ചെയ്യും. എത്ര സമയത്തിനുള്ളിലാണ്? 6 months ആണ് അല്ലേ, നമ്മൾ പഠിച്ചു 6 മാസമാണ്. നെക്സ്റ്റ്, കോപ്റ്റഡ് മെമ്പേഴ്സ് ആർ നോട്ട് എലിജിബിൾ ടു ബി എലക്റ്റഡ് ആസ് എ. കോപ്റ്റഡ് മെമ്പേഴ്സിനെ എന്തായിട്ട് തിരഞ്ഞെടുക്കാനുള്ള അധികാരമില്ല? ഓഫീസ് ബെയറേഴ്സ് ഓഫ് ദ ബോർഡ് ആയിട്ട് തിരഞ്ഞെടുക്കാൻ അധികാരമില്ല കേട്ടോ. ബാക്കിയുള്ളതൊന്നുമില്ല, ഞാൻ ചുമ്മാ ചോയ്സ് അടിച്ചാണ്. അപ്പോൾ ഓഫീസ് ബെയറേഴ്സ് കേട്ടോ, ജനറൽ ബോഡി മെമ്പേഴ്സ്, ഓഫീസ് ബെയറേഴ്സ് ഓഫ് ദ ബോർഡ്, ഓഡിറ്റേഴ്സ്, ലോൺ ഓഫീസേഴ്സ് എന്നൊക്കെയാണ്. അതൊക്കെ ചുമ്മാ ഞാൻ ജസ്റ്റ് ഒരു ചോയ്സ് ആയിട്ട് അടിച്ചാണ്. നിങ്ങൾ കറക്റ്റ് ആൻസർ മനസ്സിലാക്കി വയ്ക്കുക. ഓഫീസ് ബെയറേഴ്സ് ഓഫ് ദ ബോർഡ് ആകാൻ യോഗ്യതയില്ല. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നോക്കൂ, casual vacancy of an elected member of the committee shall be filled up by dash from the same class of members if the remaining term of the office is less than half of the original term. A casual vacancy of an elected committee shall be filled up by, എങ്ങനെയാണ് casual vacancy fill up ചെയ്യുക? ലെസ് ദാൻ ഹാഫ് ഓഫ് ദ ഒറിജിനൽ ടേമേ ഉള്ളൂ വെച്ചാൽ നോമിനേഷനും, മോർ ദാൻ ഹാഫ് ഓഫ് ദ ഒറിജിനൽ ടേം ഉണ്ടെങ്കിൽ എന്ത് പറയാം? ഇലക്ഷനും പറയും. അപ്പോൾ ആ ക്വസ്റ്റ്യനിൽ ഈ വേർഡിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതാ വേർഡ്? ലെസ് ദാൻ. If the term of office is less than half of the original term, ഒറിജിനൽ ടേമിനേക്കാൾ കുറവാണെങ്കിൽ അവിടെ എന്ത് ചെയ്യും? നോമിനേഷൻ നടത്തും. ഓക്കെ, ഒറിജിനൽ ടേമിനേക്കാൾ കുറവാണെങ്കിൽ അവിടെ എന്ത് ചെയ്യും? നോമിനേഷൻ നടത്തും. അതാണ് കാഷ്വൽ വേക്കൻസി ഓഫ് ആൻ ഇലക്ടഡ് മെമ്പർ ഓഫ് ദ കമ്മിറ്റി ഷാൽ ബി ഫിൽഡ് അപ്പ് ബൈ nomination from the same class of members if the remaining term of office is less than half of the original term. ഓക്കെ, പകുതിയിൽ കുറവാണെങ്കിൽ എന്ത് ചെയ്യും? നോമിനേഷൻ നടത്തും. ഓക്കെ, ആ പറഞ്ഞതിന്റെ കാര്യം കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നോക്കൂ, വാട്ട് ഈസ് ദ മാക്സിമം നമ്പർ ഓഫ് കോൺസിക്യൂട്ടീവ് ടേംസ് എ ക്രെഡിറ്റ് സൊസൈറ്റി കമ്മിറ്റി മെമ്പർ ക്യാൻ സെർവ്? ഒരു ക്രെഡിറ്റ് സൊസൈറ്റിയുടെ മാനേജിംഗ് കമ്മിറ്റി മെമ്പർക്ക് തുടർച്ചയായിട്ട് എത്ര ടേമിലാണ് മത്സരിക്കാൻ കഴിയും? അത്രയാണ് 3 കോൺസിക്യൂട്ടീവ് ടേം അല്ലേ, നമ്മൾ പറഞ്ഞതാണ്. വാട്ട് ഈസ് ദ മാക്സിമം നമ്പർ ഓഫ് കോൺസിക്യൂട്ടീവ് ടേം എ ക്രെഡിറ്റ് സൊസൈറ്റി കമ്മിറ്റി മെമ്പർ ക്യാൻ സെർവ്? ഒരു ക്രെഡിറ്റ് സൊസൈറ്റിയുടെ കമ്മിറ്റി മെമ്പർക്ക് പരമാവധി എത്ര ടേമിൽ മത്സരിക്കാൻ ചോദിച്ചാൽ എത്ര ടേമിലാണ്? 3 ടേമിലാണ്. നെക്സ്റ്റ് നോക്കൂ, എ പേഴ്സൺ ഷാൽ ബി ഡിസ്ക്വാളിഫൈഡ് ഫ്രം ബീയിങ് അപ്പോയിന്റഡ് ആസ് എ മെമ്പർ ഓഫ് കമ്മിറ്റി ഇഫ് ഹി ഈസ് ആൾറെഡി മെമ്പർ ഓഫ് എത്ര? more than 1 society of the same type and more than 2 society of different type. വ്യത്യസ്ത തരത്തിലുള്ള 2 സംഘത്തിലോ ഒരേപോലുള്ള ഒന്നിൽ കൂടുതൽ സംഘത്തിലോ സംഘത്തിന്റെ മാനേജിംഗ് കമ്മിറ്റി മെമ്പർ ആകാൻ കഴിയുകയില്ല. ഓക്കെ, നമ്മൾ പഠിച്ചതാണ്. എ മെമ്പർ ഓഫ് എ കമ്മിറ്റി ഓഫ് എ പ്രൈമറി സൊസൈറ്റി ക്യാൻ ആൾസോ ബി മെമ്പർ ഓഫ് വിച്ച് അതർ ടൈപ്പ് സൊസൈറ്റി ഓഫ് ദ സെയിം ടൈപ്പ്? ഒരേ ടൈപ്പിലുള്ള ഏത് സംഘത്തിലാണ് ഒന്നിൽ കൂടുതൽ സംഘത്തിൽ മെമ്പർ ആകാൻ പറ്റുക? അതിലാണ് അപ്പെക്സോ സെൻട്രൽ സൊസൈറ്റിയുടെ കാര്യത്തിൽ ഇത് ബാധകമല്ലാന്ന് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു. അപ്പോൾ എ മെമ്പർ ഓഫ് ദ കമ്മിറ്റി ഓഫ് എ പ്രൈമറി സൊസൈറ്റി ക്യാൻ ആൾസോ ബി മെമ്പർ ഓഫ് ദ വിച്ച് അതർ ടൈപ്പ് ഓഫ് സൊസൈറ്റി അറ്റ് ദ സെയിം ടൈപ്പുള്ള ഏത് സംഘത്തിലാവാം? അപ്പെക്സോ സെൻട്രൽ സൊസൈറ്റിയിലോ ആവാം. നെക്സ്റ്റ് നോക്കൂ, നോ മെമ്പർ ഓഫ് എ കമ്മിറ്റി ഷാൽ ബി ദ ഡാഷ് മോർ ദാൻ 1 സൊസൈറ്റി ഓഫ് ദ സെയിം ടൈപ്പ്. എന്താകാൻ പാടില്ല? പ്രസിഡന്റോ ചെയർമാനോ ആകാൻ പാടില്ല അല്ലേ. ഒന്നിൽ കൂടുതൽ സംഘത്തിൽ അപ്പെക്സ് സൊസൈറ്റിയിലും സെൻട്രൽ സൊസൈറ്റിയിലും പ്രൈമറി സൊസൈറ്റിയിലും ഒരേപോലെ സംഘത്തിൽ മെമ്പർ ആവാം, മാനേജിംഗ് കമ്മിറ്റി മെമ്പർ ആവാം. പക്ഷേ അവിടെ എന്ത് ചെയ്യാൻ കഴിയില്ല? പ്രസിഡന്റ് ആവാൻ കഴിയില്ല. ഇനി ആസ് പെർ സെക്ഷൻ 28(4) മെമ്പർ ഓഫ് കമ്മിറ്റി മേ ബി പെയ്ഡ് അറ്റ് ഓണറേറിയം ആസ് സച്ച് സ്പെസിഫൈഡ്. ഓക്കെ, ഓണറേറിയം ആണ് കിട്ടുക അല്ലേ. എന്താ കിട്ടുക? ഓണറേറിയം ആണ്. ഇനി ഹൂ ഈസ് കറന്റ്ലി എലിജിബിൾ ടു റിസീവ് ഓണറേറിയം ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി? നിലവിൽ അത് ആർക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ? പ്രസിഡന്റിന് മാത്രമാണ് അർഹത. പ്രസിഡന്റ് അല്ലെങ്കിൽ ചെയർമാന് മാത്രമാണ് അർഹത. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പറഞ്ഞു ആസ് പെർ സെക്ഷൻ 28(5) quorum for the meeting of a cooperative society shall be just above 50% of the total number of members. ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സിന്റെ എത്ര? 50% കൂടുതലായിരിക്കും സംഘത്തിന്റെ കോറം. ഏതാണ് സെക്ഷൻ? സബ്സെക്ഷൻ ഏതാണ്? 28(5) അത് പറയുന്നത്. ഇനി ആപ്കോസിന്റെ കാര്യമാണ് നമ്മൾ പഠിക്കാൻ പോണത്. ദ പ്രസിഡന്റ് ഓഫ് ആനന്ദ് പാറ്റേൺ കോപ്പറേറ്റീവ് സൊസൈറ്റി കനോട്ട് സെർവ് ഓൺ ദ കമ്മിറ്റി ഓഫ് RCMBU ഫോർ മോർ ദാൻ എത്ര?
3 term or 15 years whichever is higher ആണ് പഠിച്ചത് അല്ലേ. ദ പ്രസിഡന്റ് ഓഫ് ആൻ ആനന്ദ് പാറ്റേൺ കോപ്പറേറ്റീവ് സൊസൈറ്റി ആപ്കോസിന്റെ പ്രസിഡന്റിന് RCMPUവിന്റെ മാനേജിംഗ് കമ്മിറ്റിയിൽ എത്ര കാലം തുടരാമെന്ന് ചോദിച്ചാൽ 15 വർഷം അല്ലെങ്കിൽ 3 ടേം ഏതാണോ കൂടുതൽ അത് തുടരാം. ഓക്കെ, അതല്ലേ നമ്മൾ പഠിച്ചത്. നെക്സ്റ്റ് നോക്കൂ. വാട്ട് ഓഡ് ക്ലാസിഫിക്കേഷൻ ഈസ് റിക്വയർഡ് ഫോർ ആപ്കോസ് പ്രസിഡന്റ് ടു കണ്ടസ്റ്റ് RCMPU ഇലക്ഷൻ. RCMPUവിന്റെ ഇലക്ഷനിൽ മത്സരിക്കണമെങ്കിൽ ആപ്കോസിന്റെ ഓഡ് ക്ലാസിഫിക്കേഷൻ എന്തായിരിക്കണം? A അല്ലെങ്കിൽ B ആയിരിക്കണം. എന്തായിരിക്കണം? A അല്ലെങ്കിൽ B ആയിരിക്കണം. ഇനി വാട്ട് മിൽക്ക് സപ്ലൈ കണ്ടീഷൻ മസ്റ്റ് ആപ്കോസ് മീറ്റ് ഫോർ ഇറ്റ്സ് പ്രസിഡന്റ് കണ്ടസ്റ്റ് ഓഫ് RCMPU ഇലക്ഷൻ. ആപ്കോസിന്റെ പ്രസിഡന്റിന് RCMPUവിന്റെ ഇലക്ഷനിൽ മത്സരിക്കണമെങ്കിൽ ഏത് അളവിൽ പാൽ കൊടുക്കണം? ഇറ്റ് മസ്റ്റ് സപ്ലൈ ദ മിനിമം ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് സെറ്റ് ബൈ RCMPU. അതാണ് B ആണ് കേട്ടോ. ഇറ്റ് മസ്റ്റ് സപ്ലൈ ദ മിനിമം മിൽക്ക് ക്വാണ്ടിറ്റി സെറ്റ് ബൈ RCMPU. RCMPU സെറ്റ് ചെയ്യുന്ന അത്രയും ലെവലിൽ എന്ത് ചെയ്യണം? പാല് കൊടുത്തിരിക്കണം. ഓക്കെ, ഇതിന് ഒരു 2 വർഷം എന്ത് ചെയ്യാം? വേണമെങ്കിൽ എക്സെപ്ഷൻ കൊടുക്കാം. അതായത് തുടർച്ചയായിട്ട് പൂട്ടിക്കിടന്ന ഒരു സംഘമാണെങ്കിൽ അവിടെ 2 വർഷം എന്തുണ്ട്? എക്സെപ്ഷൻ ഉണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് കുറച്ചും കൂടി റൂൾ പഠിക്കുമ്പോൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ഇനി ഓൺലി ദ ഡാഷ് ഓഫ് ആനന്ദ് പാറ്റേൺ കോപ്പറേറ്റീവ് സൊസൈറ്റി ക്യാൻ ആക്ട് ആസ് എ ഡെലിഗേറ്റ് ടു അറ്റൻഡ് ജനറൽ ബോഡി മീറ്റിംഗ് ആൻഡ് കണ്ടസ്റ്റ് ഇലക്ഷൻ ഓഫ് RCMPU. RCMPUവിൻ്റെ ഇലക്ഷനിൽ മത്സരിക്കാനും ജനറൽ ബോഡിയിൽ പങ്കെടുക്കാനും അർഹതയുള്ള ആപ്കോസിലെ മെമ്പർ ആരാണ് ചോദിച്ചാൽ അത് ആരാണ്? അത് പ്രസിഡന്റിന് മാത്രമാണ് പറ്റുക. അല്ലെ, ആർക്ക് മാത്രം പറ്റുക? പ്രസിഡന്റിന് മാത്രമാണ് കഴിയുക. ഓക്കെ, അപ്പോൾ നമ്മൾ സെക്ഷൻ 28 അപ്പോയിൻമെന്റ് ഓഫ് കമ്മിറ്റിയെ കുറിച്ചിട്ടും അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസുമാണ് പഠിച്ചത്. കാര്യങ്ങളെ കൃത്യമായിട്ട് കണ്ടെന്ത് ചെയ്യുക? മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഓരോ സെക്ഷനും കൃത്യമായിട്ട് എന്ത് ചെയ്യണം? കാര്യങ്ങൾ വളരെ സിംപ്ലിഫൈ ചെയ്ത് മനസ്സിലാക്കി വെച്ചാൽ ഇപ്പോൾ 28 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതെല്ലാം മുകളിൽ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്. ഈസി ആയിട്ട് എന്ത് ചെയ്യാം? ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്തരത്തിൽ വേണം ആക്ട് ആൻഡ് റൂളുകൾ കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കി പരീക്ഷയ്ക്ക് പോകാൻ. ഓക്കെ, അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.